സാർ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അക്വാടെക് ക്ലാസ്സസ് അല്ലേ. അപ്പോൾ വാട്ടർ അതോറിറ്റി ആകുക എന്നുള്ള സ്വപ്നത്തോടു കൂടി എല്ലാവരും പഠിക്കുകയാണ്. ആദ്യമായി തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് എക്സാം എഴുതാൻ കഴിയട്ടെ. അപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് എന്ന നിലയിലാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട്, പൊതുവെ സിവില് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മെക്കാനിക്കൽ ടോപ്പിക്സ് ക്ലിയർ ചെയ്യുക എന്നുള്ളത്. എന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം തന്നെ പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇന്ന് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോ നമ്മളുടെ ആ ഒരു മെറ്റീരിയൽ സയൻസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിലബസിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിൽ സിലബസിൽ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 2 മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ഒരു 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് എന്നുള്ളത് നമുക്കറിയാം. സോ അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ദാറ്റ് ഈസ് പ്യുവർ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, മെറ്റൽസ് അലോയ്സ് ആൻഡ് കോമ്പോസിറ്റ്സ്, ദെൻ ഫേസ് ഡയഗ്രാംസ്, അതുപോലെ തന്നെ ടി ഡയഗ്രാംസ് അല്ലെങ്കിൽ ടി കർവ്, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക മെറ്റീരിയൽ സയൻസ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം വന്നിട്ടുള്ളതുമാണ്. നമുക്ക് അതുകൂടി നോക്കാം, ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് കൂടി നമ്മളൊന്ന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യം ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും റീസെന്റ് ആയിട്ട് നമ്മുടെ കേരള PSCയിൽ ചോദിച്ചു വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെട്ടിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ 2025 കേരള PSCയിൽ നമ്മളുടെ തന്നെ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന് വന്നിട്ടുള്ള ഒരു ചോദ്യം ഈ പറയുന്ന നമ്മളുടെ ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചോദ്യം ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഫേസ് സെന്റേർഡ് ക്യൂബിക് ദാറ്റ് ഈസ് FCC സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ FCC സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ നമ്പർ എത്രയാണ് എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളുടെ റീസെന്റ് 2025 കഴിഞ്ഞ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം, നമ്മളുടെ ഒരു ചോദ്യം. നോക്കൂ, 4 മാർക്കിനകത്ത് ഒരു ചോദ്യം നമ്മളുടെ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ A 6, ഓപ്ഷൻ B 8, ഓപ്ഷൻ C 12, ഓപ്ഷൻ D 14. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്ക് നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. രണ്ടാമത്തെ ഒരു ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ദ ക്ലോസ് പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഈസ് ഫൗണ്ട് ഇൻ. ക്ലോസ്ഡ് പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഈസ് ഫൗണ്ട് ഇൻ. എവിടെയാണ്, ഏതൊക്കെ മെറ്റീരിയൽ ആണെന്നുള്ളൊരു ചോദ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അഗൈൻ ഡിഗ്രി ലെവലിൽ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. അപ്പൊ അതിന്റെയും ഉത്തരം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ സെഷൻ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഉത്തരം കൃത്യമായിട്ട് പറയാൻ കഴിയണം. ഓക്കെ, മറ്റൊരു ചോദ്യം ചോദിക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നും രണ്ടാമതൊരു ചോദ്യം വന്നു, അതേ ഏരിയയിൽ നിന്നും. നോക്കൂ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ APF എന്ന് നമ്മൾ പറയാറുണ്ട്. ഫോർ ദ BCC ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഓഫ് ഹാർഡ് സ്പിയർ ആറ്റം വിൽ ബി എത്രയാണെന്നുള്ള ചോദ്യമാണ് അല്ലെ. സോ എത്രയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ 0.73, 0.68, 0.6378 കിടപ്പുണ്ട്. അപ്പൊ ഇവിടെ ഈ പറയുന്ന അറ്റോമിക് പാക്കിംഗ് ഫാക്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ്. മറ്റൊരു ചോദ്യം നോക്കൂ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വരാം. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് എ ഗാമ അയണിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതാണ്? ഓപ്ഷൻ A BCC, ഓപ്ഷൻ B ഓർത്തോറോംബിക്, ഓപ്ഷൻ C ഫേസ് സെന്റേർഡ്, ഓപ്ഷൻ D ഹെക്സഗണലി ക്ലോസ്ഡ് പാക്ഡ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന 4-5 ചോദ്യം നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതെല്ലാം ഈ റീസെന്റ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാംസിന് വന്ന് കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇനി സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെഷൻ, അതായത് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ ഈ പറയുന്ന ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സെഷനിലേക്ക് പോകാം. നമ്മളുടെ ഏരിയ ദാറ്റ് ഈസ് പ്യുവർ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്കറിയാം, ഇത്തരത്തിൽ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട്
പ്യുവർ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെ? വളരെ പരിശുദ്ധമായിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് മെറ്റീരിയൽ ദാറ്റ് കൺസിസ്റ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് അല്ലെ, ഒരു ടൈപ്പ് സബ്സ്റ്റൻസ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലെ, ആ ഒരു ടൈപ്പ് സബ്സ്റ്റൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ അല്ലെ, വളരെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ. അതുപോലെ തന്നെ യൂണിഫോം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് അല്ലെ, ആ ഒരു എൻറ്റയർ മെറ്റീരിയലിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ഒരേപോലെ യൂണിഫോം ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഏകദേശം വൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള മെറ്റീരിയലിനെ നമ്മൾ എന്ത് പറയാറുണ്ട്? ഇത്തരത്തിൽ പ്യുവർ മെറ്റീരിയൽ എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ വൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എലമെന്റ്, ഇപ്പം അയൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് നമുക്കറിയാം. അയൺ എന്ന് പറയുന്ന ഒരു മെറ്റൽ നമ്മളത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക അയൺ ഓറിൽ നിന്നുമായിരിക്കും അല്ലെ, അയൺ ഓറിൽ നിന്നുമായിരിക്കും. അപ്പൊ അയൺ ഓറിൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ് അങ്ങനെയുള്ള ഓറിൽ നിന്നും നമ്മൾക്ക് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ എന്ന നിലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അയൺ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു ഫോർ എക്സാമ്പിൾ. അപ്പൊ അത്തരത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇംപ്യൂർ ഫോം ആണ്, അതിനെ നമ്മൾ ക്രൂഡ് ഫോം ഓഫ് അയൺ, ദാറ്റ് ഈസ് പിഗ് അയൺ എന്ന് പറയാം. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏത് അയൺ നമ്മൾ കേട്ടിട്ടുള്ള പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ ഏതായിരിക്കും? ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ റോട്ടയൺ. എക്സാക്ട്ലി, റോട്ടയൺ ഈസ് എ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ അല്ലെ. നമ്മളുടെ ഈഫൽ ഗോപുരം ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, റോട്ടയൺ, ദാറ്റ് ഈസ് റോട്ടയൺ. അപ്പൊ ഇത്തരത്തിൽ റോട്ടയൺ ആണ് ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും? പ്യൂറസ്റ്റ് ഫോമിലേക്ക് മാറ്റും. അതായത് ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് അത് ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ എലമെന്റ് മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള പ്രോപ്പർട്ടി ത്രൂ ഔട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു പ്യൂർ മെറ്റീരിയൽ ആണ്. സോ പ്യൂർ മെറ്റീരിയൽ ക്യാൻ ബി എൻ എലമെന്റ് ഓർ എ കോമ്പൗണ്ട്. ഇപ്പൊ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അവർ ഈ പറയുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എലമെന്റ് എന്ന് പറയുമ്പോൾ പ്യൂർ സബ്സ്റ്റൻസ് ക്യാൻ മേഡ് അപ്പ് ഓഫ് ഓൺലി വൺ കൈൻഡ് ഓഫ് ആറ്റം. ഫോർ എക്സാമ്പിൾ അയൺ അല്ലെ, അയൺ. അപ്പൊ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ അല്ലെ, അയൺ എന്ന് പറയുമ്പോൾ പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? പ്യൂറസ്റ്റ് ഫോം ഓഫ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രയായിരിക്കും വരിക? 1539. യെസ്, യെസ്, റൈറ്റ് ആൻസർ ആണ്. 1539 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 1539 ഡിഗ്രി സെൽഷ്യസ് ആണ് അയണിൻ്റെത്. ഓക്കെ, അപ്പൊ കോപ്പർ നമുക്കറിയാം പ്യൂറസ്റ്റ് ഫോം 1083 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അലൂമിനിയം ആണെങ്കിൽ 650 റേഞ്ച് വരുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന എലമെന്റ്സുകൾക്കെല്ലാം തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അല്ലെ. യെസ്, അപ്പൊ അത്തരത്തിൽ പ്യൂറസ്റ്റ് ഫോം വൺ കൈൻഡ് ഓഫ് ആറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും അല്ലെ. അതിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിലേക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും. അങ്ങനെ എല്ലാ തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എക്സാമ്പിൾസ് ലൈക്ക് അയൺ, കോപ്പർ, അലൂമിനിയം, ഗോൾഡ്, ഓക്സിജൻ അങ്ങനെ എല്ലാം തന്നെ ഇത്തരത്തിൽ എക്സാമ്പിൾസ് ഓഫ് ആൻ എലമെന്റ് അല്ലെ, പ്യൂറസ്റ്റ് വൺ കൈൻഡ് ഓഫ് ആറ്റം മാത്രമാണെന്നുണ്ടെങ്കിൽ. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ പ്യൂർ മെറ്റീരിയൽ തന്നെ കോമ്പൗണ്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഫിക്സഡ് ക്വാണ്ടിറ്റി അല്ലെ, ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും കോമ്പോസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക, ഒരു ഫിക്സഡ് പ്രപ്പോർഷനിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള കോമ്പൗണ്ടുകൾ നമുക്ക് പ്യുവർ മെറ്റീരിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാം, സംശയമില്ലല്ലോ. അപ്പൊ അവിടെ നമുക്ക് വാട്ടർ, വെള്ളം അല്ലെ, പ്യുവർ മെറ്റീരിയൽ ആണല്ലോ വെള്ളം, H2O കൃത്യമായിട്ടുള്ള ഒരു പ്രപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ്, സോഡിയം ക്ലോറൈഡ്, അമോണിയ, ഓക്കെ, എല്ലാം തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം അതെല്ലാം തന്നെ പ്യൂറസ്റ്റ് അല്ലെങ്കിൽ പ്യുവർ മെറ്റീരിയൽ ആണ് എന്ന് പറയാം. കാര്യം അവിടെ എന്താണ്? ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും, കാർബണും ഓക്സിജനും, സോഡിയവും ക്ലോറൈഡും അല്ലെ. അപ്പൊ അത്തരത്തിൽ എന്താണ്? അവിടെ ഒന്നിൽ കൂടുതൽ എലമെന്റുകൾ ഉണ്ട്, പക്ഷെ കെമിക്കലി അത് കമ്പൈൻഡ് ആണ്, അത് ഇൻ എ ഫിക്സഡ് പ്രപ്പോർഷൻ. അത്തരത്തിലുള്ളതാണ് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് പ്യുവർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അല്ലെ. സംശയമൊന്നുമില്ലല്ലോ. കോമ്പൗണ്ട് ആവാം, എലമെന്റ് ആവാം. യെസ്, അപ്പൊ അത്തരത്തിലുള്ള പ്യുവർ മെറ്റീരിയലിനകത്ത് അതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു അല്ലെ, ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാകും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്യുവർ മെറ്റീരിയൽ ലൈക്ക് ഫിക്സഡ് കെമിക്കൽ കോമ്പോസിഷൻ, യൂണിഫോം പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട് ഉണ്ടാകും, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാകും, ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പോയിന്റ് ഉണ്ടാകും, cannot be separated by a physical method അല്ലെ. ഒരു ഫിസിക്കൽ മെത്തേഡ് വെച്ച് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, ഹോമോജീനിയസ് ഇൻ നേച്ചർ അല്ലെ, ഹോമോജീനിയസ് ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്തിനുണ്ടാവുക? ഒരു പ്യുവർ മെറ്റീരിയലിനുണ്ടാവുക അല്ലെ, ഒരു പ്യുവർ മെറ്റീരിയലിനുണ്ടാവുക. സംശയമൊന്നുമില്ലല്ലോ.
അപ്പൊ അത്തരത്തിൽ പ്യുവർ മെറ്റീരിയൽ ഒരു എലമെന്റ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമ്പൗണ്ട് ആവാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോണ്ടിങ് അല്ലെ. ഇത്തരത്തിൽ പൊതുവെ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക മെറ്റൽസുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പൊ അവിടെ ഇമ്പോർട്ടന്റ് ആണ് ഈ മെറ്റാലിക് ബോണ്ടിങ്. പിന്നീട് അങ്ങോട്ടായാലും നമ്മൾ ഈ പറഞ്ഞ ഡയഗ്രാംസും ടി ഡയഗ്രാം ആയാലും അല്ലെങ്കിൽ ഫേസ് ഡയഗ്രാം ഒക്കെ ആവുമ്പോൾ ഈ പറഞ്ഞ അറ്റംസുകൾ തമ്മിൽ അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. എസ്പെഷ്യലി മെറ്റൽസിൽ എന്തായിരിക്കും, മെറ്റാലിക് ബോണ്ട് ആയിരിക്കും, സംശയമൊന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ മെറ്റാലിക് ബോണ്ടില് അല്ലെങ്കിൽ മെറ്റാലിക് ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇവിടെ 1-2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ സോഡിയം, മഗ്നീഷ്യം, അതുപോലെ തന്നെ അലൂമിനിയത്തിന്റെ ഒക്കെ ആറ്റംസ് അതിന്റെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന മെറ്റാലിക് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ എമംഗ് ദ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് മെറ്റൽ അയോൺസ് അല്ലെ. പോസിറ്റീവ്, ഫോർ എക്സാമ്പിൾ ഇവിടെ പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ സോഡിയം Na+ കാണുന്നുണ്ട്. അപ്പം Mg2+ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ദാറ്റ് ഈസ് അലൂമിനിയം 3+ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ അയോൺസിനോടൊപ്പം തന്നെ എത്രയാണോ അവിടെ ഈ പറയുന്ന എന്താണ് വാലൻസ് ഇലക്ട്രോൺ ഉള്ളത് അത് പുറത്ത് കാണാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഫോർ എക്സാമ്പിൾ സോഡിയത്തിനോടൊപ്പം തന്നെ പുറത്ത് ഒരു വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാകും, മാഗ്നീഷ്യത്തിനോടൊപ്പം 2 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാകും, അലൂമിനിയത്തിനോടൊപ്പം 3 വാലൻസ് ഇലക്ട്രോൺ ഉണ്ടാകും. അപ്പൊ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ടോ, സോ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഇത്തരത്തിൽ അവിടെ എത്ര ഫ്രീ ഇലക്ട്രോൺസുകൾ ഉണ്ടോ അതിന്റെ എണ്ണത്തിനനുസരിച്ചായിരിക്കും അവിടുത്തെ ആ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പൊ മെറ്റാലിക് ബോണ്ടില് ഇത്തരത്തിൽ എന്താണ് ഈ പറയുന്ന ബോണ്ട് ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഫ്രീ മൂവ്മെന്റ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ എമംഗ് ദ ലാറ്റിസ് ഓഫ് പോസിറ്റീവ് മെറ്റൽ അയോൺസ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയുണ്ടോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ മെറ്റാലിക് ബോണ്ട് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ സോഡിയം ആണോ, മഗ്നീഷ്യം ആണോ, അലൂമിനിയം ആണോ സ്ട്രെങ്ത് കൂടുതലുള്ളത്? സ്ട്രെങ്ത് കൂടുതലുള്ള മെറ്റൽ ഏതായിരിക്കും? സോഡിയം ആണോ, മഗ്നീഷ്യം ആണോ, അലൂമിനിയം ആണോ? ഏതായിരിക്കും സ്ട്രെങ്ത് കൂടുതലുള്ളത്? ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലുള്ള ഏതാണ്? അലൂമിനിയം. സംശയമൊന്നുമില്ല, അലൂമിനിയം ആണ് അല്ലെ. അപ്പൊ അലൂമിനിയത്തിനാണ് അവിടെ മെറ്റാലിക് ബോണ്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം കോപ്പർ. അപ്പം കോപ്പറിന്റെ പ്രത്യേകത എന്താ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട് അല്ലെ, അതുപോലെ തന്നെ ഡക്ടിലിറ്റി ഉണ്ട് അല്ലെ. അതായത് വയർ ഫോമിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള കഴിവ്, ദാറ്റ് ഈസ് ഡക്ടിലിറ്റി എന്ന് പറയും. വയർ ഫോമിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡക്ടിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അലൂമിനിയം നമുക്കറിയാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, കൊറോഷൻ റെസിസ്റ്റന്റ് ആണ്, വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഈവൻ നമ്മളുടെ എന്താണ് എയറോസ്പേസ് ഇൻഡസ്ട്രീസിൽ വരെ വളരെയധികം ആപ്ലിക്കേഷൻ ഉള്ള ഒരു മെറ്റലാണ് അലൂമിനിയവുമായി ബന്ധപ്പെട്ടുള്ള അലോയ്സ്. അയൺ വളരെ സ്ട്രോങ്ങും മാഗ്നറ്റിക്കും ആയിട്ടുള്ള ഒരു എലമെന്റ് ലൈക്ക് ഒരു മെറ്റലാണ് അയൺ എന്ന് പറയുന്നത്. നമുക്കറിയാലോ എഞ്ചിനീയറിംഗ് പർപ്പസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്റ്റീൽ, അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, നോൺ ഫെറസ് ആയിട്ടുള്ള അലൂമിനിയം, കോപ്പർ, ലെഡ്, ടിൻ, അങ്ങനെയുള്ള നിരവധി നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റീരിയൽസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള മെറ്റാലിക് ബോണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ മെറ്റാലിക് ബോണ്ടുമായി ബന്ധപ്പെട്ട് സോ അവിടെ ഇലക്ട്രോൺ സി മോഡൽ ലൈക്ക് വാലൻസ് ഇലക്ട്രോൺ അവിടെ ഡീലോക്കലൈസ്ഡ് ആണ്, അതുപോലെ തന്നെ ഫ്രീലി മൂവബിൾ ആണ് അല്ലെ. അപ്പൊ അവിടെ ഉള്ള വാലൻസ് ഇലക്ട്രോൺ അവിടെ ഡീലോക്കലൈസ്ഡ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രീലി മൂവബിൾ ആണ്, അവിടെ മൂവി നടക്കുന്നുണ്ടാവും അല്ലെ. വളരെ സ്ട്രോങ് ബോണ്ടിങ് ആണ്. ദാറ്റ് ഈസ് മെറ്റൽ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ആയിരിക്കും. മെറ്റൽ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി. നമുക്കറിയാം ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അവിടെ എന്തുണ്ടാവണം? അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായാൽ മാത്രമേ അവിടെ കറണ്ട് ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടാവുള്ളൂ അല്ലെ. സോ ഹൈ ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റി ബിക്കോസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എനർജി എഫിഷ്യന്റ്ലി അല്ലെ. ഫ്രീ ഇലക്ട്രോൺസ് കൃത്യമായിട്ട് അവിടെ എനർജി ട്രാൻസ്ഫറിന് സഹായിക്കുന്നുണ്ട്. ദെൻ മാലിബിലിറ്റി ആൻഡ് ഡക്ടിലിറ്റി. നമുക്കറിയാം നമുക്ക് അടിച്ച് ഷീറ്റ് ആക്കുന്നു അല്ലെ. അതായത് നമ്മൾ കംപ്രസീവ് ലോഡ് കൊടുത്തുകൊണ്ട് നമ്മളുടെ മെറ്റീരിയലിനെ ഷീറ്റ് ഫോമിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാലിബിലിറ്റി എന്ന് വിളിക്കുന്നു. നമ്മളുടെ മെറ്റീരിയലിനെ ഒരു വയർ ഫോമിലേക്ക് മാറ്റാനുള്ള കഴിവ്, ആ ഒരു പ്രോപ്പർട്ടിനെ നമ്മൾ ഡക്ടിലിറ്റി എന്ന് വിളിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ ആർക്കുണ്ട്? ഇത്തരത്തിൽ മെറ്റാലിക് ബോണ്ടുകളോട് കൂടിയിട്ടുള്ള മെറ്റൽസിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു സൈഡിൽ അവിടെ ഉണ്ടാകണം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെറ്റൽസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ മെറ്റൽസുമായി ബന്ധപ്പെട്ടുള്ള എസ്പെഷ്യലി അയൺ, കാർബൺ, അത്തരത്തിലുള്ള സ്റ്റീല് അല്ലെങ്കിൽ കാസ്റ്റ് അയൺ, അങ്ങനെയുള്ള മെറ്റീരിയലാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതിൽ തന്നെ സ്റ്റീലിലാണ് നമ്മൾ ഇത്തരത്തിൽ ആ ഒരു ടി ഡയഗ്രാം ആയിക്കോട്ടെ, ഫേസ് ഡയഗ്രാം ആയിക്കോട്ടെ ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കൂടുതലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്
എന്താണ് സ്റ്റീൽ റിലേറ്റഡ് ആയിട്ടുള്ള അയൺ കാർബൺ അലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, അപ്പോ ഇതൊരു ബേസിക് എന്ന നിലയിൽ നമ്മൾ ആ ഒരു പ്യുവർ മെറ്റീരിയൽ എന്താണ്, ഓക്കെ, എന്താണ് പ്യുവർ മെറ്റീരിയൽ നമ്മുടെ സിലബസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ അങ്ങനെയാണ് അല്ലെ, പ്യുവർ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് വരുന്നു, അത് കഴിഞ്ഞാൽ മെറ്റൽസിലേക്ക് വരുന്നു അല്ലെ, അത് കഴിഞ്ഞാൽ അലോയ്സിലേക്ക് വരുന്നു, അതുമായി ബന്ധപ്പെട്ട് അലോയ്സ് ലൈക്ക് അയൺ സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റീല് കാസ്റ്റ് അയൺ റിലേറ്റഡ് ആയിട്ടുള്ള ഫേസ് ഡയഗ്രത്തിലേക്ക് വരുന്നു, ദെൻ TTD ഡയഗ്രത്തിലേക്ക് വരുന്നു. അപ്പൊ ഈ ഒരു ഫ്ലോയിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ ഫൈൻ. അപ്പോ എന്താണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ? ഓക്കെ, എന്താണ് ഈ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റൽ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും വളരെ അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും അല്ലെ. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റംസ് ഉണ്ടാവുമല്ലോ, ഈ ആറ്റംസ് ഒക്കെ വെൽ അറേഞ്ച്ഡ് ആയിട്ടായിരിക്കും, ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, കൃത്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആറ്റംസിന് അവിടെ ഉണ്ടാകും. അതാണ് ഈ ക്രിസ്റ്റലൈൻ എന്ന് പറയുന്നത്. നോൺ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എന്താണ്, റാൻഡം ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഈ നോൺ ക്രിസ്റ്റലൈൻ. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്, നോൺ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉണ്ട്. അപ്പം എ ക്രിസ്റ്റൽ ഓർ എ ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ഈസ് എ സോളിഡ് ഹൂസ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ എ സിസ്റ്റമാറ്റിക് പാറ്റേൺ. അതിന്റെ ആറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഒരു സിസ്റ്റമാറ്റിക് പാറ്റേണിലായിരിക്കും. ഓക്കെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ മെറ്റൽസ്, അതുപോലെ തന്നെ ഡയമണ്ട്, ഐസ്, ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി കാർബൺ ആണ്. അതെന്ന് പറഞ്ഞ ഒരു സോളിഡ് ലൂബ്രിക്കന്റ് ആണ് അല്ലെ. ഗ്രാഫൈറ്റ് ഇസ് എ സോളിഡ് ലൂബ്രിക്കന്റ്, സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ലെയർ ഫോർമേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ആ ഒരു എങ്ങനെയാണ് ആ ഗ്രാഫൈറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഇഫക്ട്, അപ്പൊ ആ പറഞ്ഞ ലെയറുകൾ തമ്മിൽ വീക്ക് വാണ്ടർ വേൾഡ് ഫോഴ്സസ് ഉണ്ടാകും. അങ്ങനെ അതെന്താ ഇത്തരത്തിൽ അത് ഷീർ ചെയ്ത് പോകുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ ആ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന് എക്സാമ്പിൾ ആണ് മെറ്റൽസ് ആയിക്കോട്ടെ, ഡയമണ്ട്, ഐസ്, ഗ്രാഫൈറ്റ് എന്നിവയൊക്കെ അല്ലെ. യെസ്. ദെൻ മറ്റൊരു മെറ്റീരിയൽ ആണ് അമോർഫസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. അമോർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അഗെയിൻ അത് ഒരു സോളിഡ് ആണ്, സോളിഡ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ്, പക്ഷെ അത് ക്രിസ്റ്റലൈൻ അല്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, അത് സോളിഡ് ആണ്, പക്ഷെ അത് കൃത്യമായിട്ടുള്ള ഒരു ക്രിസ്റ്റലൈൻ മെറ്റീരിയൽ ആയിരുന്നു. കാര്യം അവിടെ അറേഞ്ച്മെന്റ് ആറ്റംസ് കൃത്യമായിരുന്നു. എന്നാൽ ഇവിടെ അമോർഫസ് എന്ന് പറയുമ്പോൾ അത് സോളിഡ് തന്നെയാണ്, പക്ഷെ അവിടെ എന്താണ്, നോട്ട് ക്രിസ്റ്റലൈൻ, ക്രിസ്റ്റലൈൻ അല്ല, ഇറ്റ്സ് അമോർഫസ്. അതൊരു അമോർഫസ് ആണ്. എന്തുകൊണ്ടാണ്, അവിടെ റാൻഡം അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആണ്. ഈ ചിത്രത്തിൽ കൊടുത്ത പോലെ ഇപ്പൊ അമോർഫസ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡ് കാണുന്നുണ്ട് അല്ലെ. സോ അത് ഇത്തരത്തിൽ നമ്മൾ ഗ്ലാസി ആയിട്ട് ഇത്തരത്തിൽ നമ്മൾ അമോർഫസ് മെറ്റീരിയൽ പ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഗ്ലാസ്. ഓക്കെ, അപ്പൊ ഗ്ലാസ് നമുക്ക് ഇത്തരത്തിൽ സിലിക്കൺ ഡയോക്സൈഡ് അമോർഫസ് ഗ്ലാസ്. അതേ തന്നെ സിലിക്കൺ ഡയോക്സൈഡ് എന്താണ്, ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ആ ക്രിസ്റ്റലൈൻ SiO2 കോട്സ് നമുക്ക് ഇത്തരത്തിൽ അറേഞ്ച്ഡ് ആയിട്ട് കാണാൻ സാധിക്കും. യെസ്, അപ്പൊ ദ മോസ്റ്റ് ഫ്രീക്വന്റ് സിറ്റഡ് എക്സാമ്പിൾ ഓഫ് ആൻ അമോർഫസ് സോളിഡ് ഈസ് ഗ്ലാസ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു അമോർഫസ് ആണ്. ഓക്കെ, സോ അഡീഷണൽ ആയിട്ടുള്ള നോക്കുകയാണെങ്കിൽ തിൻ ഫിലിം ഓഫ് ലൂബ്രിക്കൻസ് ലൈക്ക് മെറ്റാലിക് ഗ്ലാസസ്, പോളിമേഴ്സ്, ജെൽ, റബ്ബർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്, അമോർഫസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ദാറ്റ് മീൻസ് അവിടെ ഈ പറയുന്ന ആറ്റംസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് റാൻഡം അറേഞ്ച്മെന്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്തിരുന്നാണ് കാലം. ഓക്കെ ഫൈൻ. അപ്പൊ അത്തരത്തിൽ അമോർഫസ് മെറ്റീരിയൽ ഉണ്ട്. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ എന്താ അമോർഫസ് സ്ട്രക്ചർ ആണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് പഠിക്കേണ്ടത് അല്ലെ. അപ്പൊ ക്രിസ്റ്റലൈൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് so we have to discuss the crystalline structure. It is useful to consider among as being a hard sphere with a well defined radii. സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന രീതിയിൽ സ്ട്രക്ചർ പറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമ്മുടെ സൗകര്യപ്രകാരം നമ്മളൊരു സ്പിയർ ആയിട്ടാണ് നമ്മൾ ആറ്റംസിനെ കാണുന്നുണ്ടാവുക അല്ലെ. 3 dimensional ആയിട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ സൗകര്യപ്രകാരമാണ്, ഒരിക്കലും അങ്ങനെ ആകണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ഒരു സൗകര്യപ്രകാരം നമ്മൾ അതിനെ 3 dimensional ആയിട്ട് വരുന്ന സമയത്ത് ഒരു കൃത്യമായിട്ടുള്ള റേഡിയസ് ഉള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് റേഡിയ ഉള്ള ഒരു സ്പിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ ആറ്റംസ് എല്ലാം തന്നെ 3 dimensional ആയിട്ടായിരിക്കും ഇത് ആ ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ആ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു സെന്റർ ലൈനുമായിട്ടാണ്. അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. സെന്റർ ഓഫ് ആറ്റംസ് ആർ കണക്റ്റഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പൊ അത്തരത്തിലാണ് ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ആറ്റംസിനെ എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഈ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്? അപ്പൊ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ടേം എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ യൂണിറ്റ് സെൽ, നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് നമ്മൾ ഇഷ്ടിക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലേ, നമുക്കറിയാലോ, ബ്രിക്ക്. അപ്പൊ ബ്രിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ഓരോ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, അത് വെക്കുന്നുണ്ടാവുമല്ലോ നമ്മൾ.
ഓക്കെ, അപ്പൊ ആ കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴല്ലേ പലതരത്തിലുള്ള വോളുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക, പലതരത്തിലുള്ള ബോണ്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. യെസ്, അപ്പൊ ഇവിടെ യൂണിറ്റ് സെൽ ഇസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ത് തന്നെയാണ്? യൂണിറ്റ് സെല്ല് തന്നെയാണ്, അല്ലെ? യൂണിറ്റ് സെല്ല് തന്നെയാണ്. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ കുറെ അധികം ലൈക്ക് എന്താണ് നമ്മളുടെ ആ ഒരു ക്യൂബ് പോലെ കാണുന്നുണ്ട്, അല്ലെ? കുറെ അധികം ക്യൂബുകൾ കാണുന്നുണ്ട്. അതിനകത്തെ ഒരു ക്യൂബ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അതൊരു ഒരു ബേസിക് യൂണിറ്റ് ആണ്, അല്ലെ? ഒരു യൂണിറ്റ് സെല്ലാന്ന് പറയാം, ഒരു യൂണിറ്റ് സെൽ എന്ന് പറയാം. അപ്പൊ യൂണിറ്റ് സെൽ ഇസ് ദ സ്മോളസ്റ്റ് റിപ്പീറ്റബിൾ എൻറ്റിറ്റി that can be used to completely represent a crystal structure. ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും നമുക്ക് റെപ്രസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറെ അധികം യൂണിറ്റുകൾ റിപ്പീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ആ റിപ്പീറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓരോ യൂണിറ്റുകളെയും നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് സെൽ എന്ന് പറയാം. സംശയമില്ലല്ലോ. ഓക്കെ, യൂണിറ്റ് സെൽ ഈസ് ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ക്രിസ്റ്റൽ. അപ്പൊ ക്രിസ്റ്റലിന്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ലാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റബിൾ എൻറ്റിറ്റി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ചെറിയ ആ ഒരു സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? യൂണിറ്റ് സെൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ യൂണിറ്റ് സെൽ എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ലാറ്റിസ് പോയിന്റ്. അതായത് നമ്മളുടെ ഈ പറയുന്ന സെല്ലിനുള്ളിൽ എന്താണ്? ആറ്റംസ് ഉണ്ടല്ലോ. കൃത്യമായിട്ട് ആറ്റംസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലൊക്കേഷൻ വെയർ ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റം ലൊക്കേറ്റഡ്, അല്ലെ? ഇത്തരത്തിൽ ആ ഒരു ആറ്റംസ് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാറ്റിസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാറ്റിസ് പോയിന്റ്, അപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന ഈ കോർണറുകളെല്ലാം തന്നെ എന്താണ്? ലാറ്റിസ് പോയിന്റുകളാണ്. ആ ഒരു ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു യൂണിറ്റ് സെല്ലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി എന്താണ് ഈ സ്പേസ് ലാറ്റിസ് എന്ന് പറയുമ്പോൾ? സ്പേസ് ലാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് യൂണിറ്റ് സെൽ കമ്പൈൻസ് ടു ഫോം എ സ്പേസ് ലാറ്റിസ്. അപ്പൊ ഈ പറഞ്ഞ യൂണിറ്റ് സെല്ലുകളെല്ലാം ചേർന്ന് നമുക്കൊരു സ്പേസ് ലാറ്റിസ് കിട്ടുന്നു, അല്ലെ? ഇത്തരത്തിൽ ഒരു യൂണിറ്റ് സെല്ല്, അപ്പൊ ഈ സ്പേസ് ലാറ്റിസിന്റെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് ആണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. അങ്ങനെ നിരവധി യൂണിറ്റ് സെല്ലുകൾ ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്പേസ് ലാറ്റിസ് കിട്ടുന്നു. ഓക്കെ, സ്പേസ് ലാറ്റിസ് കിട്ടുന്നു. സോ ദ യൂണിറ്റ് സെൽ കമ്പൈൻസ് ടു ഫോം സ്പേസ് ലാറ്റിസ്. ദ 3D കോർഡിനേറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് സ്പേസ് ലാറ്റിസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസ്. അത്തരത്തിലുള്ള ആ ഒരു 3D കോർഡിനേറ്റ്സുകളെയാണ് പൊതുവെ നമ്മൾ എന്ത് വിളിക്കുക? സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിൽ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ആ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അല്ലെ? അതിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്പേസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. യെസ്, അപ്പോ ഈ പറയുന്ന യൂണിറ്റ് സെൽ എന്താന്ന് മനസ്സിലായി. ഓക്കെ, ആ സ്പേസ് ലാറ്റിസ് എന്താന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ആ പറയുന്ന സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ യൂണിറ്റ് സെൽ, ഈ പറഞ്ഞ യൂണിറ്റ് സെല്ലിനെ നമ്മൾ ഒന്നുകൂടി ഒന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ യൂണിറ്റ് സെല്ലിന്റെ ഷേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം എന്താണ്? ഒരു ക്യൂബ് പോലെ കാണപ്പെടുന്നു, അല്ലെ? അപ്പൊ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഗിവൺ ബൈ 6 ലാറ്റിസ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ലാറ്റിസ് പാരാമീറ്റേഴ്സ്. 6 പാരാമീറ്ററുകളുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ യൂണിറ്റ് സെല്ലിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആ പാരാമീറ്ററുകൾ എന്ന് പറയുന്നത്, ഒന്ന് അതിന്റെ ലെങ്ത്, നമ്മൾ അതിൽ ABC എന്ന് പറയുന്നു, A അല്ലെങ്കിൽ B അല്ലെങ്കിൽ C എന്ന് പറയുന്നു, ലെങ്ത് ABC എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആ ആക്സിസുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആംഗിൾ, ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇവിടെ X, ഇവിടെ Y, ഇവിടെ Z, അങ്ങനെ 3 ആക്സിസുകൾ ഉണ്ടല്ലോ. ആ ആക്സിസുകൾ തമ്മിലുള്ള ആംഗിളുകൾ നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്നിങ്ങനെ പറയുന്നു. ആൽഫ, ബീറ്റ, ഗാമ. അപ്പൊ അത്തരത്തിൽ ദ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഗിവൺ ബൈ 6 പാരാമീറ്ററുകളാണ്. അതിനെ നമ്മൾ ലാറ്റിസ് പാരാമീറ്റർ എന്ന് പറയുന്നു. ഈ ലാറ്റിസ് സ്പേസിംഗ് ഉണ്ടല്ലോ, സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ ആംഗിൾ ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആൽഫ, ബീറ്റ, ഗാമ എന്നിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ചിത്രത്തിൽ ഇവിടെ ആ ഒരു ക്യൂബ്, അല്ലെ? ആ ക്യൂബിക്കൽ ആ ഒരു ക്രിസ്റ്റൽ ആ ഒരു യൂണിറ്റ് സെല്ലിനെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എന്താണ്? റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഡയമെൻഷൻസ് ഓഫ് എ യൂണിറ്റ് സെൽ, ദാറ്റ് ഈസ് A, B and C. അതേപോലെ തന്നെ ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ. സംശയമില്ല, അല്ലെ? അപ്പൊ യൂണിറ്റ് സെല്ലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? ലാറ്റിസ് പാരാമീറ്റേഴ്സ് എത്ര എണ്ണം? 6 എണ്ണം. യെസ്. അപ്പോ നമ്മൾ ഈ ക്രിസ്റ്റൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ്? ഇത്തരത്തിൽ റിപ്പറ്റീഷനാ വരിക ഇതിന്റെ യൂണിറ്റ് സെല്ലിന്റെ, അല്ലെ? സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിലേഷൻ ബിറ്റ്വീൻ ലാറ്റിസ് പാരാമീറ്റേഴ്സ്, അതായത് നമ്മൾ നേരത്തെ കണ്ട A, B, C, ആൽഫ, ബീറ്റ, ഗാമ എന്നിങ്ങനെ 6 പാരാമീറ്ററുകൾ കണ്ടിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ ആ ഒരു റിലേഷൻ മാറുന്നതനുസരിച്ച് പ്രധാനമായിട്ടും നമുക്ക് 7 ഗ്രൂപ്പുകളാക്കി മാറ്റാം.
Depending upon the relation between lattice parameters, the unit cell can be divided into എന്താണ് തരത്തിൽ നമുക്ക് പറയാം 7 groups of crystal systems. 7 groups, 7 ഗ്രൂപ്പുകളാക്കി നമുക്ക് മാറ്റാം. 7 crystal സ്ട്രക്ചറുകൾ കൊണ്ട്. Depending upon the basic arrangement of atom, crystal system are further classified into 14 Bravais lattice. അപ്പം 14 Bravais latticeും 7 ഗ്രൂപ്പും അല്ലെ 7 ഗ്രൂപ്പും 14 Bravais ലാറ്റിസുകളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ലാറ്റിസ് പാരാമീറ്റേഴ്സിന്റെ ഡിഫറെന്റ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ആ റിലേഷന്റെ ചേഞ്ചസ് കാരണം 7 ഗ്രൂപ്പുകൾ ഉണ്ടാകും. ആ ഓരോ ഗ്രൂപ്പുകളിലും നമുക്ക് കറസ്പോണ്ടിങ് ഓരോ അറേഞ്ച്മെന്റുകൾ ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 14 എണ്ണം കിട്ടും. ആ 14 എണ്ണത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബ്രേവിയസ് ലാറ്റിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എത്ര ബ്രേവിയസ് ലാറ്റിസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14. എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7. എത്ര ലാറ്റിസ് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം, ഈ പറയുന്ന 7 സ്ട്രക്ചർ ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ക്യൂബിക്, ഒന്നാമത്തത് ക്യൂബിക്, രണ്ടാമത്തത് ടെട്രഗണൽ, മൂന്നാമത്തത് ഓർത്തോറോംബിക്. അപ്പൊ ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോറോംബിക്. ഓക്കെ, ദെൻ 4 ഹെക്സഗണൽ, 5 ട്രൈഗണൽ, 6 മോണോക്ലിനിക്, 7 ട്രൈക്ലിനിക്. അങ്ങനെ 7 ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ 7 ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 7 ഗ്രൂപ്പിൽ നിന്നും നമുക്ക് എന്താണ് ഈ പറയുന്ന അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ അനുസരിച്ച് നമുക്ക് 14 ബ്രേവിയസ് ലാറ്റിസ് കിട്ടും. 14 ബ്രേവിയസ് ലാറ്റിസസ് കിട്ടും. 14 എണ്ണം കിട്ടും. ഓക്കെ, നമുക്ക് അത് ഏതാണ്? അത് ഈ പറഞ്ഞ പോലെ എന്താണ് പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ക്യൂബിക്, അതുപോലെ തന്നെ ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്. ഇവിടെ 3, ഇവിടെ 5, 5 3 8 9, ദെൻ 10 11 12 13 14. അങ്ങനെ 14 ബ്രേവിയസ് ലാറ്റിസും 7 സ്ട്രക്ചറും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പൊ 14 ബ്രേവിയസ് ലാറ്റിസസ് അത് പോസിബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ 7 ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ നിന്നും നമുക്ക് നമ്മളുടെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കഴിയുന്ന ഇത്തരത്തിൽ 14 ബ്രേവിയസ് ലാറ്റിസസും 7 ക്രിസ്റ്റൽ സ്ട്രക്ചറുകളും ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകതകൾ ഉണ്ടല്ലോ. നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്യൂബിക് ആയിക്കോട്ടെ, ടെട്രഗണൽ ആയിക്കോട്ടെ, ഓർത്തോറോംബിക് ആയിക്കോട്ടെ, ഹെക്സഗണൽ ആയിക്കോട്ടെ, റോംബോഹിഡ്രൽ അല്ലെങ്കിൽ ട്രൈഗണൽ പഠിക്കുക. ഓക്കെ, അത് തന്നെയാണ് ഈ റോംബോഹിഡ്രൽ എന്ന് പറയുന്നത്. കാര്യം ഒറ്റ പ്രിമിറ്റീവ് ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ദാറ്റ് ഈസ് ഒറ്റ ലൈക്ക് സിമ്പിൾ ക്യൂബിക് സിമ്പിൾ ആയിട്ടുള്ളത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് റോംബോഹിഡ്രൽ എന്ന് പറയാം. ദെൻ മോണോക്ലിനിക്, ദെൻ ട്രൈക്ലിനിക്. അങ്ങനെ 7 ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതിന്റെ ലാറ്റിസിന്റെ ആ ഒരു പ്രത്യേകതകളൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ക്യൂബിക് ക്രിസ്റ്റൽ ആകുമ്പോൾ, ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് അറേഞ്ച്മെന്റ് പോസിബിൾ ആകുന്ന ഒരു ടൈപ്പാണ് ക്യൂബിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ആ കറസ്പോണ്ടിങ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആകുമ്പോൾ ക്യൂബിക് ക്രിസ്റ്റൽ നമ്മൾ പിന്നെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സിമ്പിൾ ക്യൂബിക്, ഫേസ് സെന്റേഡ് ക്യൂബിക്, അത്തരത്തിലുള്ള ക്യൂബിക് ക്രിസ്റ്റൽസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ടായാലും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇവിടെ ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കറസ്പോണ്ടിങ് ലാറ്റിസ് ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയും ബിയും സിയും കൃത്യമായിട്ടുള്ള അകലമായിരിക്കും. അതേപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ എന്ത് തന്നെയായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ക്യൂബാണ് അല്ലെ, അതുകൊണ്ടാണ് ക്യൂബിക് എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ ഈ പറയുന്ന രീതിയിൽ എയും ബിയും സിയും തുല്യമാണ്, എയും ബിയും സിയും തുല്യമാണ് അല്ലെ. അതുപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ ആംഗിളും 90 ഡിഗ്രിയാണ്. സംശയമൊന്നുമില്ല, പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, ഓർത്തിരിക്കാം. 2 ടെട്രഗണൽ. ടെട്രഗണൽ എന്ന് പറയുമ്പോൾ അവിടെ എയും ബിയും തുല്യമാണ്. ഓക്കെ, എയും ബിയും തുല്യമാണ്, എയും ബിയും തുല്യമാണ്. പക്ഷെ സി എന്താണ്? തുല്യമല്ല. സോ എയും ബിയും തുല്യമാണ്, പക്ഷെ ബി നോട്ട് ഈക്വൽ ടു സി. ഓക്കെ ആണേ. അതേപോലെ തന്നെ ആംഗിൾ നോക്കുമ്പോൾ എല്ലാം 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. സോ ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി. അപ്പോൾ ടെട്രഗണൽ എന്ന് പറയുമ്പോൾ എയും ബിയും തുല്യമാണ്, പക്ഷെ സിക്ക് തുല്യമല്ല. ഓക്കെ, അതേപോലെ തന്നെ ആൽഫ ബീറ്റ ഗാമ എന്ത് തന്നെയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ആ ഒരു ലാറ്റിസ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്? ടെട്രഗണലിന്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ്? ദെൻ ഓർത്തോറോംബിക് എന്ന് പറയുമ്പോൾ ഓർത്തോ മീൻസ് എന്താ? 90 ഡിഗ്രിയാണ്. സംശയമൊന്നുമില്ലല്ലോ, ഓർത്തോ 90 ഡിഗ്രിയാണ്. അപ്പൊ ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രിയാണ്. അപ്പൊ ഓർത്തിരുന്നാൽ മതി, ഇവിടെ എന്താണ്? എയും ബിയും സിയും തുല്യമല്ല. അപ്പൊ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്, എയും ബിയും സിയും തുല്യമല്ല. ഓർത്തോറോംബിക് ഓർത്തിരിക്കണം. എന്താണ്? എയും ബിയും സിയും തുല്യമല്ല എന്നുള്ളത് ഓർത്തിരിക്കണം. അപ്പൊ ഓർത്തോറോംബിക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ലാറ്റിസ് 14, അതായത് ബ്രാവിയസ് ലാറ്റിസ് ഏറ്റവും കൂടുതൽ സ്ട്രക്ചറുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തോറോംബിക്കൽ. അതായത് 4 എണ്ണം നമുക്ക് അവൈലബിൾ ആണ്.
ഓക്കെ, മറ്റുള്ളതെല്ലാം 3, 2, 1 വെച്ചേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ നമുക്ക് അവിടെ ആ ഒരു ബ്രാവിയസ് ലാറ്റിസ് പോസിബിൾ ആകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അത് ഓർത്തോറോംബിക്കിലാണ്. ഓർത്തോറോംബിക്കിലാണ് നമുക്ക് 4 എണ്ണം കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഇത്തരത്തിൽ പ്രിമിറ്റീവ് അല്ലെങ്കിൽ സിമ്പിൾ ആവും. അതുപോലെ തന്നെ ഫേസ് സെന്റേഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, അല്ല സോറി, ബോഡി സെന്റേഡ് കിട്ടുന്നുണ്ട്, ഫേസ് സെന്റേഡ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ എഡ്ജ് സെന്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസ് സെന്റേഡ്, അതായത് 2 ഫേസുകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അറ്റംസ് അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ എൻഡ് അല്ലെങ്കിൽ ബേസ് സെന്റേഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ 4 ടൈപ്പ് അവിടെ കിട്ടുന്നുണ്ട്. എവിടെ? ഓർത്തോറോംബിക്കിൽ. ഓക്കെയാണ്. അപ്പൊ 7 എണ്ണം, 7 ക്രിസ്റ്റൽ സ്ട്രക്ചർ, 14 ബ്രാവിസ്. ഈ 14 ബ്രാവിസിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ഇതിനകത്താണ് നമുക്ക് ഓർത്തോറോംബിക്കിലാണ് കിട്ടുന്നുണ്ടാവുക കേട്ടോ. യെസ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഹെക്സഗണൽ, 4ാമത്തെ ഹെക്സഗണിലേക്ക് പോവാം. ഹെക്സഗണലാണല്ലോ. അപ്പൊ അവിടെ 120 ഉണ്ടാവും അല്ലെ? 120 ദാറ്റ് ഈസ് ഗാമ, ആൽഫ ബീറ്റ. ഗാമ ഇസ് ഈക്വൽ ടു 120, ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെ? ഇവിടെ ഇത്തരത്തിൽ എന്താണ് ഗാമ ആംഗിൾ, ഈ പറഞ്ഞ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി, സംശയമൊന്നുമില്ലല്ലോ, 120 ഡിഗ്രിയാണ്. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ഇരിക്കും. അതേപോലെ തന്നെ എയും ബിയും തുല്യമാണ്, എയും ബിയും തുല്യമാണ്, എയും ബിയും തുല്യമാണ്. പക്ഷെ സി എന്ന് പറയുന്നത് തുല്യമല്ല. സോ എയും ബിയും ഈക്വൽ ആണ്, സി തുല്യമല്ല. യെസ്, എയും ബിയും തുല്യമാണ്, പക്ഷെ സി തുല്യമല്ല. ഓക്കെ, നെക്സ്റ്റ് ഹെക്സാഗണൽ കഴിഞ്ഞാൽ അത് മോണോക്ലിനിക്, സോറി, അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ റോംബോഹെഡ്രലിലേക്ക് പോവാം. ട്രൈഗണലിലേക്ക് പോകാം. സോ ട്രൈഗണൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, എയും ബിയും സിയും ലെങ്ത് തുല്യമാണ്. അതുപോലെ തന്നെ എ ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു ഗാമ, പക്ഷെ നോട്ട് ഈക്വൽ ടു 90 അല്ലെ? ഇത്തരത്തിൽ 90 അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 90. ദെൻ മോണോക്ലിനിക് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, 3ഉം തുല്യമല്ല, എയും ബിയും സിയും തുല്യമല്ല. അതേപോലെ തന്നെ ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്, അതുപോലെ തന്നെ ബീറ്റ 90 ഡിഗ്രി അല്ല അല്ലെ? ആൽഫയും ഗാമയും 90 ഡിഗ്രിയാണ്, ബീറ്റ 90 ഡിഗ്രി അല്ല. ലാസ്റ്റ് വൺ ഈസ് ട്രൈക്ലിനിക്. ഒന്നും ശരിയല്ല, ദാറ്റ് ഈസ് എയും ബിയും സിയും അത് തുല്യമല്ല, ആൽഫയും ബീറ്റയും ഗാമയും തുല്യമല്ല. യെസ്. അപ്പോ ഇത്തരത്തിൽ നമ്മളുടെ ആ ഒരു 7 സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് വരച്ച് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ, ഈ കണ്ടീഷൻ തന്നിട്ട് ചോദിക്കും ഇത്തരത്തിൽ ഏതാണ് എന്നുള്ളത്, ആൽഫ ബീറ്റ അല്ലെങ്കിൽ എയും ബിയുടെ ഒക്കെ ആ ഒരു പാരാമീറ്റേഴ്സ് തന്നിട്ട് ചോദിക്കാം ഏതാണ് നമ്മളുടെ കറസ്പോണ്ടിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, മോണോക്ലിനിക് ആണോ, ട്രൈക്ലിനിക് ആണോ, അല്ലെങ്കിൽ ട്രൈഗണൽ ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. 14 പോസിബിൾ ആയിട്ടുള്ള ബ്രാവിയസ് ലാറ്റിസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നുണ്ടാവുക റോംബോഹിഡ്രലാണ് അല്ലെ? റോംബോഹിഡ്രൽ അല്ലെ? നമ്മൾ പറഞ്ഞു ഓർത്തോറോംബിക്കിലാണ്. അപ്പൊ ഓർത്തോറോംബിക്കിന്റെ പ്രത്യേകത ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആൽഫ ബീറ്റ ഗാമ 90 ആണ്, എയും ബിയും സിയും തുല്യമല്ല. യെസ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ്. ഈ പറയുന്ന സ്ട്രക്ചറുകൾ ഓർത്തിരിക്കുക, അതിന്റെ ലാറ്റിസ് പാരാമീറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 14 പോസിബിൾ ആയിട്ടുള്ള ബ്രാവിയസ് ലാറ്റിസും 7 സ്ട്രക്ചറുകളും ക്രിസ്റ്റൽ സ്ട്രക്ചറുകളും നമ്മൾ കണ്ടത്. യെസ്. അപ്പൊ അതിന്റെ ഒരു സമ്മറി എന്ന നിലയിലാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കാം അല്ലെ? ഇത്തരത്തിൽ നോക്കൂ. അപ്പോ ക്യൂബിക് മുതൽ ട്രൈക്ലിനിക് വരെ, ക്യൂബിക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ക്യൂബിക് എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ആയിരുന്നു. എയും ബിയും സിയും ആൽഫയും ബീറ്റയും ഗാമയും കറക്റ്റ് ആയിരുന്നു. ഏറ്റവും അവസാനമായി അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ എഴുതിയ ട്രൈക്ലിനിക് എന്ന് പറയുന്നത് എയും ബിയും സിയും തുല്യമല്ല, ആൽഫയും ബീറ്റയും ഗാമയും തുല്യമല്ല. 2 എണ്ണം പഠിച്ചു കഴിഞ്ഞു അല്ലെ? ദെൻ ടെട്രഗണൽ ഓർത്തോറോംബിക് ഓർത്തിരിക്കണം. എന്തായിരുന്നു? എയും ബിയും സിയും തുല്യമല്ല, ആൽഫയും ബീറ്റയും ഗാമയും 90 ഡിഗ്രിയാണ്. 3 എണ്ണം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണ്. അപ്പൊ ക്യൂബിക്കും ട്രൈക്ലിനിക്കും ഓർത്തോറോംബിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? ഇനി എന്താ? ടെട്രഗണൽ ഉണ്ട്. ടെട്രഗണൽ എന്താണ്? ഇത് എഴുതുമ്പോൾ അതൊന്ന് നോക്കിയിരുന്നാൽ മതി. ദാറ്റ് ഈസ് എയും ബിയും തുല്യമാണ്, ദാറ്റ് ഈസ് ബി നോട്ട് ഈക്വൽ ടു സി അല്ലെ? എയും ബിയും തുല്യമാണ്, എന്നാൽ ബിയോ അല്ലെങ്കിൽ എ നോട്ട് ഈക്വൽ ടു സി. ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി. അപ്പൊ ആദ്യത്തെ 3 എണ്ണം എന്ത് തന്നെയാണ്? ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രിയാണ്. ആദ്യത്തെ 3 എണ്ണവും ആൽഫ ബീറ്റ ഗാമ 90 ഡിഗ്രി തന്നെയാണ്. ഹെക്സഗണൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 120 ഡിഗ്രി കാണണം. ആൽഫയും ബീറ്റയും 90 ഡിഗ്രി, ഗാമ 120 ഡിഗ്രി. യെസ്. അപ്പൊ നമുക്കറിയാം ഹെക്സഗൺ വരയ്ക്കുമ്പോൾ എയും ബിയും തുല്യമായിരിക്കും. സി എന്ന് പറയുന്ന താഴേക്ക് നീളം ഉണ്ടാകും, അതിനെ നമുക്ക് ഒഴിവാക്കാം. സി നോട്ട് ഈക്വൽ ടു എ ആൻഡ് ബി. ഓക്കെ ആണ്. ദെൻ ട്രയഗണൽ ആൻഡ് മോണോക്ലിനിക് അല്ലെ? ട്രയഗണൽ എന്ന് പറയുമ്പോൾ എയും ബിയും സിയും തുല്യമാണ്. ദെൻ ആൽഫ ബീറ്റ ഗാമ അല്ലെ? നോട്ട് ഈക്വൽ ടു 90 ആണ്. തുല്യമാണ്, പക്ഷെ 90 അല്ല, 90ക്ക് തുല്യമല്ല. ദെൻ മോണോക്ലിനിക് എന്ന് പറയുമ്പോൾ എയും ബിയും സിയും തുല്യമല്ല. മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും എയും ബിയും സിയും തുല്യമല്ല. അതുപോലെ തന്നെ എന്താണ് മോണോക്ലിനിക് എന്ന് പറയുമ്പോൾ ആൽഫ ഗാമ 90 ഡിഗ്രി, ബീറ്റ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സമ്മറി നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓക്കെ, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് എങ്ങനെയാണ് ഈ പറഞ്ഞ ക്രിസ്റ്റൽ സ്ട്രക്ചറും എഡ്ജ് ലെങ്തും ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ, നമ്മളുടെ 7 ക്രിസ്റ്റൽ സ്ട്രക്ചറും അതേപോലെ തന്നെ 14 ബ്രാവിസ് ലാറ്റിസുമാണ് നമ്മൾ കണ്ടത്. ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അവിടെ ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നീട് ഒന്ന് മനസ്സിലാക്കുക, ദാറ്റ് ഈസ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് അല്ലെ. പ്രധാനമായിട്ടും നമ്മൾ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണ് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അവിടെയാണ് അതിന്റെ പ്രത്യേകത, ദാറ്റ് ഈസ് ഹയസ്റ്റ് സിമെട്രി വിത്ത് എ ടോട്ടൽ നമ്പർ ഓഫ് 48 സിമെട്രിക് ഓപ്പറേഷൻ. അപ്പൊ ഈ അടുത്തൊരു നടന്ന എക്സാമിന് ചോദിച്ചതാണ് ഇത്തരത്തിൽ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് എത്ര സിമെട്രി പോസിബിൾ ആണ്, സിമെട്രിക് ഓപ്പറേഷൻസ് പോസിബിൾ ആണ്. സോ ആ ഒരു രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. ശ്രദ്ധിക്കാം, നമ്മൾ പഠിച്ചതിൽ ഈ പറഞ്ഞ ഹയസ്റ്റ് സിമെട്രി പോസിബിൾ ആവുന്നത്, അതായത് പല രീതിയിൽ, പല ഓറിയന്റേഷനിൽ, പല റൊട്ടേഷനിൽ നമുക്ക് അതിനെ പല രീതിയിൽ, പല ഷേപ്പുകളിൽ, പല ജോമെട്രിയിൽ നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ നോക്കുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സിമെട്രി ഓപ്പറേഷൻസ് കിട്ടുന്നത് എവിടെയാണ്? ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ടാണ്. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 എന്നുള്ളത് ഓർത്തിരിക്കാം. അപ്പൊ 48 എന്നുള്ളത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു AE ലെവൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. 48 ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഉത്തരം. ഓക്കെ, അപ്പൊ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഹയസ്റ്റ് സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ക്യൂബിക് ക്രിസ്റ്റൽ ആണ്. ആ എത്ര എണ്ണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 48 എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അവിടെ ഈ 48 കിട്ടുന്നത് ഈ പറയുന്ന ഐഡന്റിറ്റി ഓപ്പറേഷൻ, അത് ഏത് രീതി തിരിച്ചു വെച്ചാലും നമുക്ക് അവിടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഐഡന്റിറ്റി ഓപ്പറേഷൻ ഉണ്ട്, 23 പ്രോപ്പർ റൊട്ടേഷൻ ഉണ്ട്, 1 ഇൻവേർഷൻ ഓപ്പറേഷൻ ഉണ്ട്, 23 ഇംപ്രോപ്പർ ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് ഈ 48 സിമെട്രി ഓപ്പറേഷൻ വരുന്നത്. സോ അത്ര ഡെപ്തിലേക്കൊന്നും പോയില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഹയസ്റ്റ് സിമെട്രി ഓപ്പറേഷൻസ് കിട്ടുന്നത് ഏത് സിസ്റ്റം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റം ആണ്. അത് എത്ര എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 48 എന്നുള്ള ആ ഒരു നമ്പർ കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഈ പറയുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക്സ് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ? ഈ പറഞ്ഞ രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്യുവർ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങി. പിന്നീട് നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്താണ്, അതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ലാറ്റിസ് എന്താണ്, സ്പേസ് ലാറ്റിസ് എന്താണ്, ലാറ്റിസ് പാരാമീറ്റേഴ്സ് എന്താണ്, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ലൈക്ക് 7 ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉണ്ടെന്നും 14 ബ്രാവിയസ് ലാറ്റിസ് ഉണ്ടെന്നും. ഓക്കെ, പിന്നീട് 48 എന്ന് പറയുന്ന നമ്പർ എന്താണെന്ന് കൂടി നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ഓക്കെ സുഹൈല, ഓക്കെ ഫൈൻ. എനിക്ക് അപ്പൊ അത് കൃത്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ക്വസ്റ്റ്യൻ ഒക്കെ വന്നല്ലോ കുറെ ഏരിയ. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ക്രിസ്റ്റൽ സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ബൈ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, ആറ്റംസ് പെർ യൂണിറ്റ് സെൽ അല്ലെ. ഇത്തരത്തിൽ എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, അതേപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ എന്താണ്, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്താണ്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട ചോദ്യങ്ങളിൽ കണ്ടിരുന്നു അല്ലെ. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോർഡിനേഷൻ നമ്പർ ആയിക്കോട്ടെ, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആയിക്കോട്ടെ, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതെല്ലാത്തിന്റെ ഒന്നും പഠിക്കേണ്ട കാര്യം, നമുക്ക് ആകെ കൂടി വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണ് പഠിക്കുന്നത്. അത് തന്നെ സിമ്പിൾ ക്യൂബിക് ഉണ്ടാകും, അതേപോലെ തന്നെ ബോഡി സെന്റേഡ് ക്യൂബിക് ഉണ്ടാകും, അതേപോലെ തന്നെ ഫേസ് സെന്റേഡ് ക്യൂബിക് ഉണ്ടാകും, അതുപോലെ തന്നെ ഹെക്സഗണൽ പാക്ഡ് ആയിട്ടുള്ളതും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് പഠിച്ചു പോകാം. നമ്മുടെ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോവാം. എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്? പേരിനകത്ത് തന്നെ ഉണ്ട് അല്ലെ, ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്. അപ്പൊ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം ഉണ്ട് അല്ലെ, ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ ഫൈൻ. ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, അതായത് നമ്മൾ നേരത്തെ യൂണിറ്റ് സെൽ കണ്ടു. അതായത് ഏറ്റവും ചെറിയ ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് സെൽ. സംശയമൊന്നുമില്ലല്ലോ. ആ ഏറ്റവും ചെറിയ യൂണിറ്റ് സെല്ലിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് ഈസ് യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം, ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഈസ് ദ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 1 യൂണിറ്റ് അല്ലെ. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റംസ് പ്രസന്റ് ആകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ. അപ്പൊ ഇവിടെ ഒരു ചിത്രത്തിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ അല്ലെ. ഒരു ചിത്രത്തില് നമ്മളൊരു യൂണിറ്റ് സെല്ലാണ് അവിടെ കാണുന്നല്ലേ, യൂണിറ്റ് സെല്ല്. അപ്പൊ ആ യൂണിറ്റ് സെല്ലിനകത്ത് ആ ഒരു ലാറ്റിസ് പോയിന്റ് നമുക്കറിയാലോ, കോർണർ പോയിന്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു ആറ്റം ഉണ്ട്. ആ ആറ്റം ബേസിക്കലി മറ്റുള്ള ബേസിക് യൂണിറ്റുകളുമായിട്ട് എന്താണ് ഷെയർ ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കാര്യം ഒരു ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ
ഈ ഒരു ആറ്റം അവിടെയുള്ള ബാക്കിയുള്ള 8 സ്ട്രക്ചർ അല്ലെങ്കിൽ 8 യൂണിറ്റുമായിട്ട് എന്താണ് അവിടെ ബേസിക്കലി അവിടെ എന്താണ് ബൗണ്ടറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്ത് കഴിയിക്കുന്നുണ്ടാവുക. യെസ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മുടെ യൂണിറ്റിൽ ഉണ്ടാവുക എന്താണ്, ഈ പറയുന്ന പോർഷൻ മാത്രമാണ് നമ്മുടെ യൂണിറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ബാക്കിയൊക്കെ മറ്റ് യൂണിറ്റ് സെല്ലുകളുമായിട്ട് എന്താണ് അവിടെ പാർട്ടീഷൻ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ ആണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു യൂണിറ്റിനകത്ത് ഓരോ കോർണറുകളിലും ഈ പറയുന്ന ആറ്റംസ് എന്താണ് 1/8 പോയിട്ടുണ്ട് അല്ലെ. 1/8 ആണ്. ഓക്കെ, 1/8 ആണ്. അങ്ങനെ എത്ര, അപ്പൊ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 8 എണ്ണം പോയതിനകത്ത് 1 1/8. അങ്ങനെ ഇവിടെ എന്തുണ്ടാവും 1/8. അങ്ങനെ ഇവിടെ എന്തുണ്ടാവും 1/8. അങ്ങനെ എത്ര കോർണറുകൾ ഉണ്ട് നമുക്ക് ഇവിടെ, എത്ര കോർണറുകൾ ഉണ്ടാകും ഇവിടെ? 1 2 3 4 5 6 7 8 കോർണറുകൾ ഉണ്ട്. 8. അപ്പൊ നോക്കുമ്പോൾ 1/8 × 8 എന്ന് പറയുമ്പോൾ അവിടെ 8 തൊട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ അവിടെ എത്ര ആറ്റം ഉണ്ടാകും? അവിടെ ഒരാറ്റം ആയിരിക്കും ഉണ്ടാവുക. ഫലത്തിൽ ഒരാറ്റം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണ്. അപ്പൊ ഇത്തരത്തിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ചിത്രത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, അവിടെ ആ ഒരു യൂണിറ്റിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/8 × 8 ദാറ്റ് ഈസ് 1 അല്ലെ. 1 ആറ്റം ആണ് അവിടെ. 1 ആറ്റം പെർ യൂണിറ്റ് സെല്ലാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് 1 ആറ്റം ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ആണ് അല്ലെ. സിമ്പിൾ ക്യൂബിക് ആണ്. അതുകൊണ്ടാണ് നമ്മളുടെ കോർണറുകളിൽ മാത്രമാണ് ആറ്റംസ് ഉള്ളത്. ഇനി അത് ബോഡി സെന്റേഡ് എന്ന് പറയുമ്പോൾ ബോഡിക്കുള്ളിൽ ഒരെണ്ണം കൂടെ വരും. ഫേസ് സെന്റേഡ് എന്ന് പറയുമ്പോൾ ഫേസിൽ ഉണ്ടാകും. അപ്പൊ ഇവിടുത്തെ കേസിൽ ഒരു സിമ്പിൾ ക്യൂബിക് ആണ് സിസ്റ്റമാണ് നമ്മൾ കണ്ടത്. സിമ്പിൾ ക്യൂബിക് ആണ് നമ്മൾ കണ്ടത്. അതായത് ഈ പറഞ്ഞ കോർണറുകളിൽ മാത്രമാണ് ആറ്റംസ് ഉള്ളത്. ഈ കോർണറുകളെല്ലാം തന്നെ നമുക്കറിയാം അവിടെ 8 ആയിട്ട് ഭാഗിക്കുന്നുണ്ട്. അപ്പൊ ആ 8ന്റെ പകുതി 1/1 പോർഷൻ മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. അങ്ങനെ എത്ര കോർണറുകളുണ്ട്? അങ്ങനെ 8 കോർണറുകളുണ്ട്. അപ്പോൾ 1/8 × 8 കോർണറുകൾ. അപ്പൊ നമുക്ക് പറയാം അവിടെ ടോട്ടലി 1 ആറ്റം പെർ യൂണിറ്റ് സെൽ. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ സിമ്പിൾ ക്യൂബിക്കിന്റെ കേസ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ സിമ്പിൾ ക്യൂബിക് പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ ക്യൂബിക്കിൽ എത്ര ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ 1. സിമ്പിൾ ക്യൂബിക്കിൽ എത്ര ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 1. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്യൂബിക് ആണ് നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പറഞ്ഞത് അല്ലെ. ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിന്റെ സിമ്പിൾ ക്യൂബിക് എത്രയാണ്? ഉത്തരം 1. സംശയമൊന്നുമില്ല, അതിനത് ഇനി പറയേണ്ട കാര്യമില്ല. നെക്സ്റ്റ് BCC സ്ട്രക്ചർ. അപ്പൊ സിമ്പിൾ ക്യൂബിക് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇത്തരത്തിൽ അതിന്റെ കോർണറുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതാണ് സിമ്പിൾ ക്യൂബിക്. അപ്പൊ ഇങ്ങനെ എത്തേണ്ടാണ്, ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവിടെ നമുക്കറിയാലോ ഇത്തരത്തിലുള്ള എന്താണ് ആറ്റംസ് ഉണ്ടാകും, യൂണിറ്റ് സെല്ലുകൾ ഉണ്ടാകും. അവരുമായിട്ടൊക്കെ എന്താണ് അവിടെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യുന്നുണ്ടാകും. അങ്ങനെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ 1 ആറ്റം കിട്ടുന്നുണ്ടാവും അല്ലെ. ടോട്ടൽ 1/8 × 1/8 × 8. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നോക്കൂ, BCC സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ ആണ്. അപ്പൊ സാധാരണ പോലെ തന്നെ ക്യൂബിക് ക്രിസ്റ്റൽ ആണ്, പക്ഷേ അതിനോടൊപ്പം തന്നെ അതിന്റെ സെന്ററിലും ഒരാറ്റം കൂടി ഉണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈഡിലുള്ളതെല്ലാം 1/8 × 8 പ്ലസ് ഇവിടെ സെന്ററിൽ ഒരെണ്ണൂടുണ്ടല്ലോ, ആ ഒന്നുകൂടെ ആഡ് ചെയ്യണം. അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 2. ഓക്കെ, അപ്പോ ഈ പറഞ്ഞ സൈഡിലുള്ളത് ഓൾറെഡി അവിടെ ഉണ്ട്, പ്ലസ് സെന്ററിൽ ഒരെണ്ണം ഉണ്ട്. അതാണ് ഈ ബോഡി സെന്റേർഡ്. ആ ബോഡിയുടെ സെന്ററിലും കൂടി എന്തുണ്ട്? ഒരെണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ബോഡിയുടെ സെന്ററിൽ കൂടി ഒരെണ്ണം ഉണ്ട്, പ്ലസ് കോർണറിലും ഉണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. ടോട്ടൽ ആറ്റം പെർ യൂണിറ്റ് സെൽ എത്രയാണ്? ഇൻ BCC എത്രയാണ്? 2. ഓക്കെ ആണോ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ 1/8, ഇവിടെ 1/8, ഇവിടെ 1/8, ഇവിടെ 1/8, 1/8, 1/8, 1/8. അപ്പുറത്തെ സൈഡിലും നമുക്ക് കാണാത്ത പോലെ ഉണ്ട് അല്ലെ, അവിടെ 1/8 ഉണ്ട്. അങ്ങനെ 8 എണ്ണം 1/8, അങ്ങനെ 8 എണ്ണം × 1/8 പ്ലസ് ഇതിന്റെ സെന്ററിൽ ഒരു വലുതൊരെണ്ണം ഇരിപ്പുണ്ടല്ലോ അല്ലെ. അതാണ് സെന്ററിലുള്ളത്, ബോഡി സെന്റേർഡ്. അത് 1. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് 2 ആറ്റം. അപ്പൊ ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലിൽ എത്ര ആറ്റമാണ് ഉള്ളത്? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 1. ഓക്കെ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോകാം. FCC ഫേസ് സെന്റേർഡ് ക്യൂബിക് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ. അപ്പൊ ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇതൊരു ഫേസ് ആണല്ലേ, ഇതൊരു ഫേസ് ആണ്. അതിന് പുറകില് മറ്റൊരു ഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സൈഡിലൊരു ഫേസ്. ഓക്കെ, അങ്ങനെ നിരവധി ഫേസുകൾ ഉണ്ടല്ലോ
ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ 6 ഫേസസ് ഉണ്ടല്ലോ, ക്യൂബ് അല്ലേ, 6 ഫേസസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇവിടെ 1 2 3 4 5 6, അപ്പൊ 6 ഫേസസ് ഉണ്ടെന്ന് നമുക്കറിയാം, സംശയമൊന്നുമില്ലല്ലോ, ക്യൂബ് അല്ലേ. യെസ്. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സിമ്പിൾ ക്യൂബിക്കിൽ കാണുന്നത് പോലെ സൈഡിൽ ഉണ്ടാകും, അതായത് ഈ പറഞ്ഞ സൈഡ് ഇൻ ദ സെൻസ് നമ്മുടെ കോർണറുകളിൽ ഉണ്ടാകും. പ്ലസ് എന്താണ്, എല്ലാ ഫേസിലും ഒരാറ്റം ഉണ്ടാകും. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആറ്റം, ഇവിടെ ഒരു ആറ്റം, അപ്പുറത്തെ ഫേസ്, അതായത് ഈ ഒരു ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫേസിൽ ആറ്റം, ഈ ഫേസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസിൽ ആറ്റം, നമ്മളുടെ മുകളിലുള്ള ടോപ്പ് ഫേസ് ഉണ്ടല്ലോ, ടോപ്പ്, അപ്പൊ ആ ഒരു ഫേസിലുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാകും. അങ്ങനെ എല്ലാ ഫേസിലും എന്തുണ്ടാകും, ആറ്റംസ് ഉണ്ടാകും. ആ ഫേസിലുള്ള ആറ്റം നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ഫേസിലുള്ള ആറ്റം തൊട്ടടുത്തുള്ള നമ്മളുടെ യൂണിറ്റ് സെല്ലുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെയാ, ഹാഫ് ആയിട്ട് ഷെയർ ചെയ്യും, പകുതിക്ക് പോയേക്കുക. ഓക്കെ, ഇതിന്റെ പൂർണ്ണമായിട്ടും ഇവിടെ ഒരു ആറ്റം ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ പകുതി തൊട്ട് മുകളിലുള്ള ആ ഒരു സ്ട്രക്ചറിൽ നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു യൂണിറ്റ് സെല്ലാണ് ഉള്ളത് ബാക്കി പകുതി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ പറയാം, അങ്ങനെ എത്ര ഫേസ് ഉണ്ട്, 6 ഫേസ് ഉണ്ട്. അപ്പൊ 6-നകത്തും പകുതി എല്ലാം ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ 6x1/2 അല്ലെ, 6x1/2. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 1/8 പ്ലസ് ബോഡി സെന്റേർഡ് ആണോ, ബോഡി സെന്റേർഡ് ആണെങ്കിൽ ബോഡിയിൽ 1 മാത്രമേ ഉള്ളൂ അല്ലെ, സെന്ററിൽ 1 മാത്രമേ ഉള്ളൂ. അതല്ലല്ലോ നമുക്ക് ഇവിടെ ഫേസ് സെന്റേർഡ് അല്ലേ. ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നെ ഫേസിൽ എത്ര ഉണ്ട്, 6 ഫേസ് ഉണ്ടല്ലോ. അപ്പൊ 6 ഫേസിൽ എത്രയായിട്ടാ പോകുന്നത്, പകുതിയായിട്ടാ പോകുന്നത്, 1/2 × 6 അല്ലെ. അപ്പോ 1 പ്ലസ് എന്താണ് നമുക്ക് പറയാം 3 അല്ലെ. ടോട്ടൽ എത്ര വരും, 4 ആറ്റംസ്. അപ്പോ നമ്മൾ പഠിച്ചു വന്ന ഇത്രേ ഉള്ളൂ അല്ലെ. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എത്ര ആറ്റംസ് ആയിരുന്നു, സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1/8 × 1 1/8 × 8 1. അതിനുശേഷം നമ്മൾ പഠിച്ചത് ബോഡി സെന്റേർഡ് എന്ന് പറയുമ്പോൾ 1 + 1 2. അതിനുശേഷം നമ്മൾ പഠിച്ചു ഫേസ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ 1/8 + 1/8 × 8 പ്ലസ് ഹാഫ് അല്ലെ, ഹാഫ് ഓഫ് 6 3 + 1 4. അപ്പൊ 4 ആറ്റംസ് ആണ്, ദാറ്റ് ഈസ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. FCC-യിൽ എത്ര ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, FCC സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അവിടെ 4 ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. BCC സ്ട്രക്ചർ ആണെങ്കിൽ 2 ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1 ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഓക്കെ ആണ്. അപ്പൊ അത്തരത്തിൽ ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത്രയും മതി, നമുക്ക് നമ്മുടെ എക്സാമിന് ക്ലിയർ ആയി. ഇനി അടുത്ത ആളാണ് കോർഡിനേഷൻ നമ്പർ. എന്താണ് ഈ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഈ പറയുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. 1 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, 2 കോർഡിനേഷൻ നമ്പർ, 3 അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇത് 3ഉം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ ഏകദേശം കഴിഞ്ഞു. യെസ്, നമുക്ക് നോക്കാം. ഈ പറയുന്ന രീതിയിൽ കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ദ നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റം ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. അതായത് തൊട്ടയൽക്കാര് അല്ലെ, നമ്മൾ പറയാറില്ലേ, തൊട്ടയൽ എന്ന് നമ്മൾ പറയാറില്ലേ, അത്തരത്തിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ആറ്റംസ് ഡയറക്റ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്നു. എന്റെ ചുറ്റും ഇന്ന ആൾക്കാർ നിൽക്കുകയാണ്, അപ്പൊ എന്റെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാരെല്ലാം തന്നെ എന്റെ ഡയറക്റ്റ് സറൗണ്ടിങ് ആണ് അല്ലെ. അതിപ്പോ 4 ആവാം 6 ആവാം, എത്രയോ പേര് എന്റെ ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും എന്താണ്, എന്റെ അയൽക്കാരാണ്, അല്ലെങ്കിൽ എന്റെ സറൗണ്ടിങ്സ് ആണ്. സോ അങ്ങനെ എത്ര ആറ്റംസ് നിയറസ്റ്റ് ആയിട്ടുണ്ട് ഒരു ആറ്റത്തിന് ചുറ്റും. സോ ദ നമ്പർ ഓഫ് നിയറസ്റ്റ് ആറ്റം ഡയറക്ട്ലി സറൗണ്ടിങ് എ പർട്ടിക്കുലർ ആറ്റം. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ നമ്പർ എത്ര ആറ്റം ഉണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കൂ, ഇപ്പൊ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് നമ്മുടെ ആ ഒരു എക്സാമ്പിൾ നോക്കും. ഫോർ എക്സാമ്പിൾ നോക്കൂ. അപ്പൊ ഇത് നമ്മുടെ സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ്. കാര്യം എല്ലാ കോർണറുകളിലും ആറ്റംസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് ഫേസസിലോ അല്ലെങ്കിൽ ബോഡി സെന്ററിലോ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആറ്റം നമ്മൾ എടുക്കാം. സോറി. അപ്പോ ഇവിടെ നമ്മൾ എന്താണ്, ഒരു ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ ആറ്റം എടുത്തുന്നിരിക്കട്ടെ. ഈ ആറ്റം എടുത്തു. ഈ ആറ്റവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്, ഈ ആറ്റവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്, ഈ ആറ്റവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്, ഈ ആറ്റവുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെ. അങ്ങനെ എത്ര ആറ്റം ഉണ്ട്? 1 2 3 4 5 6. അതാണ് നമ്മളുടെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു സിസ്റ്റം ആയാലും അല്ലെങ്കിൽ ഏതൊരു ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയാലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആറ്റവുമായി ബന്ധപ്പെട്ട് നിയറസ്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന എത്ര ആറ്റംസ് ഉണ്ടോ അതിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്.
അപ്പൊ അത് സിമ്പിൾ ക്യൂബിക് ആവുമ്പോൾ എത്രയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു? അത് 6 ആണ്. 6 സംശയമില്ലല്ലോ. അപ്പോ അത്തരത്തിൽ സിമ്പിൾ ക്യൂബിക്കിന്റെ ഫോർ എക്സാമ്പിൾ പറയാണ്, അത്തരത്തിൽ സിമ്പിൾ ക്യൂബിക് ആയിക്കോട്ടെ, ഫേസ് സെന്റേഡ് ആയിക്കോട്ടെ, ബോഡി സെന്റേഡ് ആയിക്കോട്ടെ, അത്തരത്തിൽ ഓരോ നമ്പറുകൾ നമുക്ക് കിട്ടും. സോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണ്. സോ ഇനി നമുക്ക് അടുത്ത പഠിക്കേണ്ടതായിട്ടുള്ളത് എന്താണ്? എന്താണ് ഈ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? എന്താണ് ഈ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്? ഓക്കെ, എന്താണ് ഈ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ? നോക്കൂ, അതൊരു റേഷ്യോ ആണ്. എന്തിന്റെയൊക്കെയാണ്? വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ അല്ലെ? ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? ഫോർ എക്സാമ്പിൾ അപ്പൊ നമ്മളൊരു യൂണിറ്റ് സെല്ല് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു ആറ്റം, അങ്ങനെ എല്ലാ കോർണറിലും ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമ്മളുടെ ആ ഒരു മൊത്തത്തിലൊരു യൂണിറ്റ് സെൽ എടുക്കുമ്പോൾ മൊത്തത്തിലൊരു യൂണിറ്റ് സെല്ലിന് ആ ഒരു ക്യൂബിനൊരു വോളിയം ഇല്ലേ? ആ വോളിയമാണ് വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് അല്ലെ? ആ മൊത്തത്തിൽ ആ ഒരു ക്യൂബിന്റെ വോളിയമാണ് ആ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. എന്നാൽ അവിടെയുള്ള ഓരോ ആറ്റത്തിന് ഒരു വോളിയം ഉണ്ടാവുമല്ലോ. അങ്ങനെ ആ ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ, അതായത് നമ്മൾ ഓരോന്നിനും പറഞ്ഞു, ഇപ്പൊ ഫേസിന്റെ സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ അവിടെ ഒരാറ്റം, അല്ലെ? അതുപോലെ തന്നെ ബോഡി സെന്റേഡ് ആണെങ്കിൽ അവിടെ 2 ആറ്റം, ഫേസ് സെന്റേഡ് ആണെങ്കിൽ 4 ആറ്റം. ഓക്കെ, അപ്പൊ ഓൾറെഡി നമുക്ക് എണ്ണം കിട്ടിക്കഴിഞ്ഞു. ഇനി വോളിയം ഒന്ന് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ, അത് വോളിയം സ്ഫിയർ ആണല്ലോ, 4/3 πr³ എന്നുള്ള ബേസിക് ഇക്വേഷൻ അറിയാലോ. അപ്പൊ വോളിയം നമുക്ക് കിട്ടും. അപ്പൊ വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഓൾറെഡി നമുക്ക് ഇങ്ങനെ കിട്ടും. അതിപ്പോ FCC ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ 4 എന്നുള്ളത് അറിയാം, BCC ആണെങ്കിൽ 2 എന്നുള്ളത് അറിയാം, അത് സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1 എന്നുള്ളത് അറിയാം, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്. അപ്പം അത് കറസ്പോണ്ടിങ് വോളിയം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ബേസിക് സ്പിയറിന്റെ വോളിയം 4/3 πr³ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കറസ്പോണ്ടിങ് വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ല് കിട്ടും. അതേപോലെ തന്നെ വോളിയം ഓഫ് സെല്ല് ഇത്തരത്തിൽ ക്യൂബിന്റെ നമുക്കറിയാലോ, A ക്യൂബ് ആണല്ലോ വോളിയം. ഫോർ എക്സാമ്പിൾ A ആണ് ആ ഒരു സൈഡ് എന്നുണ്ടെങ്കിൽ, ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് A ക്യൂബ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെയും വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. ആ വോളിയവും ഈ പറഞ്ഞ 2 വോളിയം നമ്മൾ കണ്ടുപിടിക്കുന്നതിന്റെ റേഷ്യോനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നു. ഇതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഇത്രയേ ഉള്ളൂ. ഇനി ഒന്ന് വായിച്ചു നോക്കി. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി അല്ലെന്നുണ്ടെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ ഈസ് എ ഫ്രാക്ഷൻ ഓഫ് വോളിയം ഇൻ എ ക്രിസ്റ്റൽ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ എ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾ അല്ലെ? സോ അതാണ് ബേസിക്കലി. അപ്പൊ അവിടെ ഈ പറയുന്ന രീതിയിൽ അതിന്റെ ഒരു ഫ്രാക്ഷൻ എന്താണ്? ദാറ്റ് ഈസ് ദ വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ എല്ലായ്പ്പോഴും ഈ പറയുന്ന APF വാല്യൂ എന്ന് പറയുന്നത് 1ൽ താഴെയായിരിക്കും. ഓൾവേസ് ലെസ് ദാൻ യൂണിറ്റി. ചിലപ്പോ സ്റ്റേറ്റ്മെന്റ് പോലൊക്കെ തരും, ഈ പറഞ്ഞ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ക്വാണ്ടിറ്റി ഓൾവേസ് ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ തരും. അപ്പൊ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, APFന്റെ വാല്യൂ എല്ലായ്പ്പോഴും 1ൽ താഴെയായിരിക്കും. ദാറ്റ് ഈസ് 0.52 അല്ലെങ്കിൽ 0.68 അല്ലെങ്കിൽ 0.74 അങ്ങനെ 1ൽ താഴെയായിരിക്കും. ഓക്കെ ആണ്. അപ്പൊ അത് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് വോളിയം ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ആണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. അപ്പൊ നമുക്ക് വരാം, ദാറ്റ് ഈസ് സിമ്പിൾ ക്യൂബിക്കിലേക്ക് വരാം. അപ്പൊ എന്താണ് സിമ്പിൾ ക്യൂബിക്? നമ്മളിപ്പോ നേരത്തെ മറ്റേ കോർഡിനേഷൻ നമ്പർ കണ്ടിന്യൂസ് മീൻസ് അത് എല്ലാത്തിനെയും നമ്മൾ പഠിച്ചിരുന്നില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്താന്ന് പഠിച്ചു, അതായത് എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്, എന്താണ് ഇത്തരത്തിൽ കോർഡിനേഷൻ നമ്പർ, എന്താണ് APF, ഈ 3 കാര്യങ്ങൾ എന്താന്ന് പഠിച്ചു. ഓക്കെ, എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്? അപ്പൊ ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് അത് FCC ആയാലും സിമ്പിൾ ആയാലും BCC ആയാലും നമ്മൾ എത്രയാന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഇനി കോർഡിനേഷൻ നമ്പർ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. എന്താണ് ഇത്തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് സറൗണ്ട് ചെയ്തിരിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ക്യൂബിക്ക് 6 എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പൊ ബാക്കിയുള്ളത് നമുക്ക് നോക്കണം. പിന്നീട് APF എന്താണ്? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. APF എന്ന് പറഞ്ഞാൽ റേഷ്യോ അല്ലെ? ഇത്തരത്തിൽ ഓരോ ആ പറഞ്ഞ ടോട്ടൽ വോളിയം ഓഫ് ആറ്റംസിന്റെ ആ ഒരു വോളിയം ഡിവൈഡഡ് ബൈ ആ വോളിയം ഓഫ് യൂണിറ്റ് സെൽ, അതാണ് നമുക്ക് APF എന്ന് പറയുന്നത്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ പാക്കിംഗ് ഫ്രാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലെ? യെസ്, സംശയമൊന്നുമില്ല. അപ്പൊ അവിടെ ഇനി സിമ്പിൾ ക്യൂബിക്കിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ആ ആറ്റംസ് എല്ലാം തന്നെ കോർണറിൽ ഉണ്ടാവും. നമ്പർ ഓഫ് ആറ്റംസിന്റെ എണ്ണം 1 ആണെന്നുള്ളത് നമ്മൾ കണ്ടു, സംശയമൊന്നും വേണ്ട. ഇനി കോർഡിനേഷൻ നമ്പറിലേക്ക് വരുമ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെ കോർഡിനേഷൻ നമ്പർ ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടു, 6 എണ്ണമാണ് അല്ലെ? അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വരുന്ന 1 2 3 4 5 6 അങ്ങനെ 6 എണ്ണം വരുന്നുണ്ടാവും. അപ്പൊ കോർഡിനേഷൻ നമ്പർ ഓഫ് സിമ്പിൾ ക്യൂബിക് 6. അതുപോലെ തന്നെ ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 1 അല്ലെ? 1 ഉള്ളൂ. ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 1.
കോർഡിനേഷൻ നമ്പർ 6. ഇനി അതിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എത്രയായിരിക്കും? ഈ പറയുന്ന അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് സിമ്പിൾ ക്യൂബിക്. അപ്പൊ ആദ്യം തന്നെ ഓർത്തിരിക്കാം, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവുക അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് APF എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എത്രയേ ഉള്ളൂ? 0.52. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.52. നമ്മൾ പറഞ്ഞു ഒന്നിൽ താഴെയാണ്, ശരിയാണോ? 0.52. അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 52% പാക്ക് ചെയ്തുള്ള എഫിഷ്യൻസി, അതായത് അതിനകത്ത് ഉൾക്കൊള്ളിക്കുന്ന ആ ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ പാക്കിംഗ് ഫാക്ടർ എന്ന് പറയും അല്ലെ. അപ്പൊ 52% എഫിഷ്യന്റ് ആണ്. അത് 52% എഫിഷ്യന്റ് ആണ്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ വാല്യൂ 0.52. അതെങ്ങനെയാണ് കിട്ടുന്നുണ്ടാവുക? ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റേഷ്യോ ഓഫ് ദ വോളിയം ഓഫ് ആറ്റം ഡിവൈഡഡ് ബൈ എന്താണ്? വോളിയം ഓഫ് യൂണിറ്റ് സെൽ അല്ലെ. ആ ഒരു വോളിയം ഓഫ് ആറ്റംസ് എത്രയുണ്ടോ ആ ടോട്ടൽ വോളിയം ഡിവൈഡഡ് ബൈ ആ ഒരു എൻറ്റയർ ക്യൂബിന്റെ വോളിയം. സംശയമൊന്നുമില്ലല്ലോ, ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം. അപ്പൊ നമ്മൾ ആദ്യം ഈ പറഞ്ഞ രീതിയിൽ സിമ്പിൾ ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് നമുക്ക് ഈ പറഞ്ഞ 1/8 ഒക്കെ നല്ല ചേർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ, ചേർന്നിരിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഒരു യൂണിറ്റ് ക്യൂബ്, ആ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. എ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ആ ഒരു വോളിയം എന്ന് പറയുന്നത് A ക്യൂബ് ആണ്. സംശയമൊന്നുമില്ല, A ക്യൂബ് ആണ്. നമുക്കറിയാം ആ ഒരു റേഡിയസ്, ലൈക്ക് ആ ഒരു ആറ്റമിന്റെ ഡയമീറ്റർ D ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. നമുക്ക് അന്നേരം നമുക്കറിയാം ആ A എന്ന് പറയുന്നത് 2R ആണ്. അല്ലെ. 2 ടൈംസ് റേഡിയസ് ആണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. 2 ടൈംസ് റേഡിയസ്, ഇവിടെ R ഉണ്ട്, ഇവിടെ R ഉണ്ട്. 2 ടൈംസ് റേഡിയസ് അല്ലെ, 2 ടൈംസ് R ആണ് ആ ഡിസ്റ്റൻസ് A എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഇക്വേഷൻ പ്രകാരം വോളിയം ഓഫ് ആറ്റം. അപ്പൊ നമുക്കറിയാം എന്താണ് സിമ്പിൾ ക്യൂബിക്കില് എത്ര ആറ്റം ഉണ്ട്? ഒരാറ്റം അല്ലേ ഉള്ളൂ. സിമ്പിൾ ക്യൂബിക്കിൽ എത്ര ആറ്റം ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1/8 into 8 1 ആറ്റം. അപ്പൊ 1 ആറ്റം അതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം 1 into 4/3 pi r ക്യൂബ്. റേഡിയസ് R അല്ലെ, pi r ക്യൂബ്. അപ്പൊ 4/3 pi r ക്യൂബ്. അപ്പൊ 4/3 pi r ക്യൂബ് ഡിവൈഡഡ് ബൈ ഇനി എന്താ നമ്മുടെ ആ ഒരു എൻറ്റയർ നമ്മുടെ ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം അല്ലേ. ഓക്കെ, അപ്പൊ ആ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് A ക്യൂബ് അല്ലേ. A ക്യൂബ് ആണ് അല്ലെ. A ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം A എന്ന് പറയുന്നത് 2R ആണെന്നുണ്ടെങ്കിൽ A ക്യൂബ് എന്ന് പറയുന്നത് 2R ദ ഹോൾ ക്യൂബ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 8R ക്യൂബ് എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോ ഡിവൈഡഡ് ബൈ 8R ക്യൂബ്. അപ്പൊ R ക്യൂബ് ഒക്കെ വെട്ടിപ്പോലോ, ഒത്തിലൂടെ R ക്യൂബ് ഒക്കെ വെട്ടിപ്പോവും. അവസാനം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 0.52. എക്സാക്ട്ലി വരുമ്പോൾ 0.524 വരും കേട്ടോ. എക്സാക്ട്ലി ചെയ്യുമ്പോൾ 0.524 വരും. ഓക്കെ, ആ റേഞ്ച് ആയിരിക്കും വരുന്നുണ്ട്, 0.524. അപ്പൊ 52.4 എന്നുള്ള രീതിയിലേക്ക് വരും. 52.4% അല്ലെങ്കിൽ 0.524 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, 0.52 ആ റേഞ്ചിലേക്ക് വരും. യെസ്. അപ്പം ഓർത്തിരിക്കുക അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ബേസിക്കലി അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് സിമ്പിൾ ക്യൂബിക് അല്ലെ. സിമ്പിൾ ക്യൂബിക് എത്രയാണ്? 0.52. ഓക്കെ ആണല്ലോ. 0.52 ആണ് നമ്മളുടെ ആ ഒരു അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. കഴിയും. അപ്പൊ സിമ്പിൾ ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ആകെ കൂടി മനസ്സിലാക്കേണ്ടത് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അതിന്റെ എത്ര എണ്ണം ഉണ്ട്? ആറ്റം. ഒരു ആറ്റം ആണ് ഉള്ളത് അല്ലെ. ടോട്ടൽ ആറ്റം 1/8 into 8 1 ആറ്റം ആണ് അവിടെ ഉള്ളത്. 2 അതിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണെന്നുള്ളത് പഠിച്ചു. 3 അതിന്റെ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.52 എഫിഷ്യൻസി വരുന്ന സമയത്ത് 52%. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞു. ഇനി അടുത്തത് സിമ്പിൾ ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു പോയിന്റിലേക്ക് വരാം. ദാറ്റ് ഈസ് അവിടെ ആ കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പൊളോണിയം ആണ്. ഓക്കെ, അധികം സ്ട്രക്ചർ ഒന്നുമില്ല, പൊളോണിയം ആണ്. ദാറ്റ് ഈസ് ദ ഓൺലി എലമെന്റൽ മെറ്റൽ ദാറ്റ് നാച്ചുറലി ക്രിസ്റ്റലൈസസ് ഇൻ സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ അണ്ടർ നോർമൽ കണ്ടീഷൻ ഈസ് പൊളോണിയം. പൊളോണിയം ആണ്. സോ ദിസ് മേക്സ് SC സ്ട്രക്ചർ വെരി റയർ ബിക്കോസ് ഇറ്റ് ഹാസ് ലോ പാക്കിംഗ് എഫിഷ്യൻസി അല്ലെ. ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും കുറവ് പാക്കിംഗ് എഫിഷ്യൻസി ആർക്കാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന BCC അല്ലെങ്കിൽ FCC അപേക്ഷിച്ച് ഏറ്റവും കുറച്ച് പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.52 തന്നെയാണ്, അല്ലെങ്കിൽ 52% അത് സിമ്പിൾ ക്യൂബിക്കിനാണ്.
നാച്ചുറൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ലൈക്ക് ആ ഒരു സ്ട്രക്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എലമെന്റ് പൊളോണിയം ആണ്. പൊളോണിയം ശ്രദ്ധിക്കുക, പൊളോണിയം. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. പൊളോണിയം ആണ് സിമ്പിൾ ക്യൂബിക്കിന്റെ ഒരു എക്സാമ്പിള്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ വളരെ റെയർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാക്കിംഗ് എഫിഷ്യൻസി വളരെ കുറവാണ്. ഓർത്തിരിക്കാം. മറ്റൊരു രണ്ടാമത്തെ സ്ട്രക്ചറിലേക്ക് വരാം. ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓക്കെ ആണോ? സിമ്പിൾ ക്യൂബിക് ഓക്കെ ആണോ? സിമ്പിൾ ക്യൂബിക് ഓക്കെ ആണോ? സ്പീഡ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ ഫൈൻ. അപ്പോ ബോഡി സെന്റേർഡ് നമുക്ക് കഴിഞ്ഞു. ബോഡി സെന്ററും ഫേസ് സെന്ററും കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ക്രിസ്റ്റൽ സ്ട്രക്ചർ തീർന്നു. ഓക്കെ, ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ബോഡി സെന്റേർഡ് ക്യൂബിക് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, ബോഡി സെന്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ സൈഡിൽ, അതായത് നമ്മുടെ ആറ്റംസ് എല്ലാം കോർണറിലുണ്ട്, പ്ലസ് സെന്ററിൽ കൂടി ഒന്നുണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 2 ആണ്. സംശയമൊന്നുമില്ലല്ലോ. യെസ്. അപ്പോ ഇത്തരത്തിൽ 1 ലാറ്റിസ് പോയിന്റ് ഇൻ ദ സെന്റർ ഓഫ് ദ യൂണിറ്റ് സെൽ ഇൻ അഡീഷൻ ടു 8 കോർണർ പോയിന്റ് അല്ലെ. ഇത്തരത്തിൽ 8 കോർണർ പോയിന്റുകൾ അതേപോലെ തന്നെ സെന്ററിൽ ഒരെണ്ണം ഉണ്ടാകും. അതാണ് ബോഡി സെന്റേർഡ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 2 ആണ്. സംശയമൊന്നുമില്ല. അതിന്റെ എക്സാമ്പിൾസ് ആണ് മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഈ പറയുന്ന ബോഡി സെന്റേർഡ് സ്ട്രക്ചറുള്ള എക്സാമ്പിൾസ് അതാണ് നമ്മളുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അല്ലെ. നോക്കൂ, ക്രോമിയം, വനേഡിയം, മോളിബ്ഡിനം, സോഡിയം, മാംഗനീസ്, ദെൻ ആൽഫ അയൺ അല്ലെങ്കിൽ ഫെറൈറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയൺമായി ബന്ധപ്പെട്ട് ഫെറൈറ്റ്, ദാറ്റ് ഈസ് BCC സ്ട്രക്ചർ. ആൽഫ അയൺ എന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള അയൺ ആണ് ആൽഫ അയൺ. ആൽഫ അയൺ ഇൻ BCC സ്ട്രക്ചർ, ഗാമ അയൺ ഇൻ HCC സ്ട്രക്ചർ. എഗെയിൻ നമ്മൾ ഈ പറയുന്ന ടെമ്പറേച്ചർ ഹയർ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ ഡെൽറ്റ അയൺ എഗെയിൻ ഇൻ BCC സ്ട്രക്ചർ ആണ് വരിക കേട്ടോ. യെസ്, അതിലേക്ക് വരാം നമുക്ക്. അപ്പൊ ഇവിടെ തൽക്കാലം ഓർത്തിരിക്കേണ്ടത് ഈ പറയുന്ന ഗാമ അയൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഡെൽറ്റ അയൺ ആയിക്കോട്ടെ, ഓക്കെ, അതെല്ലാം ആ അയണുകളെല്ലാം തന്നെ BCC സ്ട്രക്ചർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ മാംഗനീസ്, സോഡിയം, മോളിബ്ഡിനം, വനേഡിയം, ദെൻ ക്രോമിയം, ഈ പറയുന്ന എലമെന്റുകളെല്ലാം തന്നെ എന്താണ്? BCC സ്ട്രക്ചർ ആണ്. പൊളോണിയം അത് സിമ്പിൾ ക്യൂബിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. യെസ്, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ അവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഓൾറെഡി നമ്മൾ കണ്ടു, 2 എണ്ണമാണ്. ഒന്ന് സെന്ററിലും ബാക്കി 8 എണ്ണം, ബാക്കി 1/8 into 8, ദാറ്റ് ഈസ് 1 അവിടെ ഉണ്ടല്ലേ. അപ്പൊ 1/8 into 8 plus 1, ദാറ്റ് ഈസ് 2 നമ്പർ ഓഫ് ആറ്റംസ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. സംശയമൊന്നും ഇല്ലല്ലോ അതിനകത്ത്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഇൻ BCC സ്ട്രക്ചർ 2, ഇൻ സിമ്പിൾ ക്യൂബിക് 1, ദെൻ FCC നമ്മൾ എത്രയായിരുന്നു കണ്ടത്? 4. ഓക്കെ ആണ്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോർഡിനേഷൻ നമ്പർ ആണ്. കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ നമ്മൾ തൊട്ടു മുന്നേ നമ്മൾ എത്രയാണ് കണ്ടേ? 6 കഴിഞ്ഞാൽ ഒന്നുമില്ല, 2 കൂടെ കൂട്ടിയാൽ മതി, 8. യെസ്, 8 ആണ് നമ്മളുടെ കോർഡിനേഷൻ നമ്പർ ഓഫ് BCC സ്ട്രക്ചർ. 8 എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ ഓഫ് BCC സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത എത്ര എണ്ണം ഉണ്ടാകും? 8 എണ്ണം ഉണ്ടാകും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഉണ്ടാകും? ഇവിടെ ഒരു ബോഡി സെന്ററിൽ ഒരെണ്ണം ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഇത്തരത്തിൽ എന്താണ്? 4ഉം അതേപോലെ തന്നെ ഇവിടെ 4ഉം അല്ലെ. അപ്പൊ മൊത്തത്തിൽ 8 എണ്ണം അടുത്തടുത്തുണ്ടാവും, ഏറ്റവും അടുത്തുണ്ടാവും. യെസ്, അപ്പൊ അത്തരത്തിലാണ് 8 എണ്ണം നമുക്ക് കിട്ടുക. സോ 8 കോർഡിനേഷൻ നമ്പറുകളാണ് ബോഡി സെന്ററുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. 8 കോർഡിനേഷൻ നമ്പറാണ്. 6 എണ്ണമാണ് സിമ്പിൾ ക്യൂബിക്കുമായി ബന്ധപ്പെട്ട്. 8 എണ്ണം ബോഡി സെന്റേർഡ് ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് 8 എണ്ണം. ഓക്കെ, അപ്പൊ 8 ആണ് കോർഡിനേഷൻ നമ്പർ. മൂന്നാമത് പഠിക്കേണ്ടത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആണ്. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ. അപ്പൊ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ആറ്റംസ് ഏറ്റവും അടുത്തടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു രീതിയിലാണ്. നമുക്ക് കാര്യം ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് അല്ലെ. കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ലെങ്ത് കിട്ടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത്തരത്തിൽ അടുത്തടുത്തിരിക്കുന്ന രീതിയിലുള്ള ആ ഒരു വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുന്നതിനായിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആദ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ ഫേസ് കൺസിഡർ ചെയ്തുകൊണ്ട് √3a കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. √3a കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നോക്കാം എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ്, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ്, ദാറ്റ് ഈസ് വോളിയം ഓഫ് ആറ്റംസ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ആയിരുന്നു. ഇപ്പൊ വോളിയം ഓഫ് ആറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് APF ലൈക്ക് BCCയുടെ ആ ഒരു നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരുന്നു? BCCയുടെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയായിരുന്നു നമുക്കറിയാം, 2 ആയിരുന്നു അല്ലെ. അപ്പോ 2 ഇൻറ്റു എന്തായിരുന്നു നമ്മുടെ ബേസിക് ഇക്വേഷൻ? നമ്മുടെ ആ ഒരു വോളിയം ഓഫ് സ്ഫിയർ എന്തായിരുന്നു? 4/3 πr³. സംശയമൊന്നുമില്ല, അത് നമ്മൾ എഴുതി. ഇനി വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കണം.
ആ യൂണിറ്റ് സെൽ കണ്ടുപിടിക്കാനൊന്നുമില്ല. നമുക്കറിയാം എ ക്യൂബ് ആണെന്നുള്ള അറിയാമല്ലോ, എ ക്യൂബ് ആണെന്നുള്ള അറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ, ഇത്തരത്തിൽ നമുക്കറിയാം ഇവിടെ എ ആണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? √2a ആണ്. √2a, സംശയമൊന്നുമില്ലല്ലോ, √2a. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ അതാണോ? അല്ല, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ ഈ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇത് √2a ആയി, ഇത് a ആയി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? √3a. സംശയമൊന്നുമില്ലല്ലോ. അതായത് നമ്മൾ ഈ പറയുന്ന കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പ്ലെയിന് എക്രോസ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടത്. കാര്യം അതാണ് നമുക്ക് കൃത്യമായിട്ട് ലെങ്ത്, അതായത് ടച്ച് ചെയ്തിരിക്കുന്ന കൃത്യമായിട്ട് ആറ്റംസ് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന ആംഗിൾ, ഈ പറഞ്ഞ ഡയഗണൽ ആയിട്ടുള്ള ആ ഒരു വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇത് നമുക്ക് എ എന്നറിയാം, സോ ഇത് നമുക്ക് എ എന്നറിയാം, സോ ഇത് √2a എന്നുള്ളത് അറിയാം. സംശയമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ടാമത്തെ ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിളിന്റെ ബേസ് √2a കിട്ടിക്കഴിഞ്ഞു. അത് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു, √2a ഇവിടെ വരച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഹൈറ്റ് എന്ന് പറയുന്നത് a തന്നെയാണ്, a. ദെൻ അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് √3a ആണ്. സംശയമില്ലല്ലോ. ഓക്കെ ആണ്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് ആ ഒരു √3a ആണ് കറസ്പോണ്ടിങ് എന്ന് പറയുന്നത് ഈ എൻഡ് മുതൽ ഈ എൻഡ് വരെയുള്ള ഡയഗണൽ എന്ന് പറയുന്നത്. ആ √3a എന്ന് പറയുന്നത് നോക്കൂ, ഇത് 6, ഇത് 2r, ഇത് 6. സംശയമുണ്ടോ? ഇത് 6, ഇത് 2r, ഇത് 6. അപ്പൊ ടോട്ടൽ എത്ര ആറായി? √3a എന്ന് പറയുന്നത് 4r അല്ലേ? 4r അല്ലേ? √3a എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 6, ഇവിടുത്തെ 2r. 2r എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ, 2r എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ പ്ലസ് 6. അപ്പൊ എത്ര ആറായുടെ? 4r. അപ്പൊ √3a എന്ന് പറഞ്ഞ 4r ആയെങ്കിൽ a ഈസ് ഈക്വൽ ടു 4r ബൈ √3. a ഈസ് ഈക്വൽ ടു 4r ബൈ √3. ഇനി നമുക്ക് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എവിടെയാണ് നമ്മൾ a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് എന്താണ്? √3 എന്താണ്? ദാറ്റ് ഈസ് a ക്യൂബ് ഈസ് ഈക്വൽ ടു, a ക്യൂബ് എന്ന് പറയുന്നത് എന്താ? 4r ബൈ √3 the whole cube. ഓക്കെ ആണ്, 4r ബൈ √3 the whole cube. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ a ക്യൂബ് കിട്ടി, ദാറ്റ് ഈസ് നമ്മുടെ വോളിയം കിട്ടി. a ക്യൂബിന്റെ വാല്യൂ എത്രയാ? 4r ബൈ √3 ഇൻറ്റു √3, 4r ബൈ √3 the whole cube. ഇനി നമ്മൾ എന്താ, നമുക്ക് ആ പറഞ്ഞ രീതിയിൽ കാൽക്കുലേഷൻസ് ചെയ്താൽ മതി. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടും? 0.68. അപ്പൊ ആദ്യം നമുക്ക് കിട്ടിയ എന്തായിരുന്നു? സിമ്പിൾ ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് കിട്ടിയത് 0.52 അല്ലെ? 0.52 കിട്ടി. അതുപോലെ തന്നെ BCC ആകുമ്പോൾ എത്ര കിട്ടിയ? BCC ആകുമ്പോൾ നമുക്ക് കിട്ടി 0.68. വീണ്ടും നമുക്ക് എഫിഷ്യൻസി കൂടി അല്ലെ? എഫിഷ്യൻസി കൂടി 0.68, 68%-ഓളമായി പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോ നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ കാൽക്കുലേഷൻ ഒന്നും വേണ്ട. ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് വാല്യൂസ് മാത്രം മതി. അതായത് സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 0.52, അതുപോലെ തന്നെ BCC ആണെങ്കിൽ 0.68, ഓക്കെ, അതുപോലെ തന്നെ FCC ആണെങ്കിൽ 0.74. ആ വാല്യൂസ് മാത്രം മതി ബേസിക്കലി കേട്ടോ. യെസ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. അതൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ വേണം. ഇൻ കേസ് മറന്നു പോകണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇത്രയൊന്നും വലിയ കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാൻ പോകണ്ട, ഇത് ഓർത്തിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, എനിവേ നമുക്ക് സമയം തീരെ കാണത്തില്ല പരീക്ഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. 0.68 ആണ് വാല്യൂ, അത് ഓർത്തിരിക്കുക. ലാസ്റ്റ് വൺ ഈസ് ഫേസ് സെന്റേഡ്. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നതിൽ സാധാരണഗതിയിൽ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് 3 ഫേസസ് ആണ്, 3 സ്ട്രക്ചറാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഫേസ് സെന്റേഡ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നോക്കൂ. നമുക്കറിയാം ഇത്തരത്തിൽ ഓരോ ഫേസിലും ഓരോ ആറ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. അത് ഹാഫ് ആയിട്ടായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും ഒരു യൂണിറ്റ് സെല്ലില്. അപ്പൊ ടോട്ടൽ നമ്മൾ എത്ര ആറ്റംസ് പറഞ്ഞിരുന്നു? 1 + 3 അല്ലെ? ടോട്ടൽ 4 ആറ്റംസ് ആണ് നമ്മൾ കണ്ടത്. സംശയമൊന്നുമില്ലല്ലോ, നേരത്തെ പറഞ്ഞാണ് അല്ലെ? 4 ആറ്റംസ്. The face-centered cubic system FCC has a lattice point on the faces of the cube in addition to the corner lattice. അല്ലെ? ഇത്തരത്തിൽ കോർണർ ലാറ്റിസിലുള്ള ആ ഒരു ആറ്റംസ് എണ്ണം കൂടാതെ അതിന്റെ ഫേസസിൽ എന്തുണ്ടാകും? നേരത്തെ ബോഡിയിലായിരുന്നെങ്കിൽ ഇവിടെ ഫേസസിലാണ് അല്ലെ? ഫേസസിൽ എന്തുണ്ടാവും? ആറ്റം ഉണ്ടാവും. അപ്പൊ ശ്രദ്ധിക്കുക, അലൂമിനിയം, കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ്, അതുപോലെ തന്നെ ലെഡ്, ഗാമ, അയൺ ആൻഡ് ബ്രാസ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അലൂമിനിയം, കോപ്പർ, അതുപോലെ തന്നെ ഗോൾഡ്, ലെഡ്, ദെൻ അയൺ, ദാറ്റ് ഈസ് ഗാമ അയൺ ഇൻ FCC, ദാറ്റ് ഈസ് ബ്രാസ് അല്ലെ? അടുത്തത് ബ്രാസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളാണ് നമ്മളുടെ FCC എന്ന് പറയുന്നത്. FCC നോക്കൂ നിങ്ങൾ, അലൂമിനിയം, കോപ്പർ, ഗോൾഡ്, അതുപോലെ തന്നെ ലെഡ്, ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ? വളരെ ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഗാമ അയൺ, ബ്രാസ്.
അപ്പൊ കൂടുതലും ഡക്ടൈൽ ആയിട്ടുള്ള അയൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആൻഡ് ഡക്ടൈൽ ആണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ഡക്ടൈൽ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. നോക്കൂ, അലൂമിനിയം, കോപ്പർ, AG, PB ഒക്കെ ഒന്ന് ഓർത്തുന്നാൽ മതി. ഇപ്പൊ ഡക്ടൈൽ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെയാണ് പൊതുവെ FCCയിൽ കിട്ടുന്നത്. അപ്പൊ ഒരു ജനറലൈസ് ചെയ്ത് കയ്യിൽ വെച്ചോ, അലൂമിനിയം, കോപ്പർ, ഗോൾഡ്, ലെഡ് അങ്ങനെയുള്ള വളരെ ഡക്ടിലിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് പൊതുവെ FCCയിൽ വരുന്നുണ്ടാവുക കേട്ടോ. യെസ്, അത് ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കാം. മറ്റൊരു പോർഷനിലേക്ക് വരാം. ദാറ്റ് ഈസ് അതിന്റെ ആറ്റംസ് പെർ യൂണിറ്റ് സെൽ അല്ലെ. ദാറ്റ് ഈസ് FCCയുമായി ബന്ധപ്പെട്ട് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. എന്താണ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ? നമ്മൾ നേരത്തെ കണ്ടു 4 ആറ്റംസ് ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ ഓരോ ഫേസിലും പകുതി ഉണ്ടാകും. അങ്ങനെ 6 ഫേസസ്. അപ്പം 1/2 × 6 അവിടെ 3 പ്ലസ് 1/8 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അങ്ങനെ ടോട്ടൽ 4 ആറ്റംസ് ആണ് ഉണ്ടാകുക. 4 ആറ്റംസ്. ഓക്കെ ആണ്. അപ്പൊ 4 ആറ്റംസ് ആണ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല്. അപ്പൊ നമുക്ക് പറയാം ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചു സിമ്പിൾ ക്യൂബിക്കിൽ 1 ആറ്റം, അതുപോലെ തന്നെ ബോഡി സെന്റേഡ് ക്യൂബിക്കിൽ 2 ആറ്റം, ആറ്റംസ് ലൈക്ക് ഫേസ് സെന്റേഡ് ക്യൂബിക്കിൽ 4 ആറ്റം. സിമ്പിൾ ക്യൂബിക്കിന്റെ എന്താണ് കോർഡിനേഷൻ നമ്പർ എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? സിമ്പിൾ ക്യൂബിക്കിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയായിരുന്നു? വേഗം പറഞ്ഞോളൂ. 6. സംശയമൊന്നും വേണ്ട, 6. സിമ്പിൾ ക്യൂബിക് 6. അതുപോലെ തന്നെ BCC എത്രയായിരുന്നു? 8. യെസ് കറക്റ്റ് ആണ്. 8. രണ്ടെണ്ണം കൂട്ടാൻ ഞാൻ പറഞ്ഞല്ലേ, 8. അതിനുശേഷം APF വരുമ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെ APF അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ വാല്യൂ എത്രയായിരുന്നു? 0.52 അല്ലെ, 0.52 അല്ലെങ്കിൽ 52%. ഓക്കെ, ഇനി കൊള്ളാം, 0.52. അതേപോലെ തന്നെ ലൈക്ക് ബോഡി സെന്റേഡ് ക്യൂബിക്കിന്റെ APF വാല്യൂ എത്രയായിരുന്നു? യെസ്, 0.68. റൈറ്റ് ഗൗരി, സേതുലക്ഷ്മി എല്ലാവരും കറക്റ്റ് ആണ്. 0.68. സംശയമൊന്നും വേണ്ട. ഇനി നമ്മളിപ്പോ FCCയിലേക്ക് വന്നു, ലാസ്റ്റ് സെഷനിലേക്ക് വന്നു. FCCയുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ നമ്പർ 6ഉം 8ഉം കഴിഞ്ഞാൽ ഒരു 4 കൂട്ടുക 12. ഓർത്തിരുന്നാൽ മതി. 6, 8, 12. 6, 8, 12. അപ്പൊ 12 ആണ് കോർഡിനേഷൻ നമ്പർ ഓഫ് FCC എന്ന് പറഞ്ഞത്. അപ്പൊ ഇനി തിന്നാനൊന്നുമില്ല, ആ ഒരു യെല്ലോ പോർഷൻ എണ്ണിയാൽ മതി, വേറൊന്നുമില്ല പ്രത്യേകിച്ച്. 12 നമ്പറാണ് ഉണ്ടാവുക അല്ലെ. 12 നമ്പേഴ്സ് ആണ് കൃത്യമായിട്ട് കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് അല്ലെ. FCCയുമായി ബന്ധപ്പെട്ട് 12 ആണെന്നുള്ള ഓർത്തിരിക്കാം. അപ്പോ BCCയുമായി ബന്ധപ്പെട്ടും സിമ്പിൾ ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് സിമ്പിൾ ക്യൂബിക്ക് 6, BCC എന്ന് പറയുന്നത് 8, അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ ഓഫ് FCC എന്ന് പറയുന്നത് 12 ആണെന്നുള്ള ഓർത്തിരിക്കുക. 12. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ കണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. നമ്മളുടെ ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു. എന്തായിരുന്നു ചോദ്യം? ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ആറ്റം ഇൻ ഫേസ് സെന്റേഡ് ക്യൂബിക് സ്ട്രക്ചർ? FCC സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് എത്രയാണ് കോർഡിനേഷൻ നമ്പർ? ദാറ്റ് ഈസ് 2025 കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലെ. സോ വാട്ട് ഈസ് ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ ഫേസ് സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ? ദാറ്റ് ഈസ് ഉത്തരം റൈറ്റ് ആൻസർ ഈസ് 12. സംശയമുണ്ടോ? 6 എന്ന് പറഞ്ഞാൽ എന്താ? 6 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യൂബിക്. 8 എന്ന് പറഞ്ഞാൽ എന്താ? 8 എന്ന് പറഞ്ഞാൽ ബോഡി സെന്റേഡ് ആണ്. അല്ലെ. യെസ്, സംശയമൊന്നും വേണ്ട. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമുക്ക് ക്ലിയർ ആയി അല്ലെ. ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അത് ചോദ്യമായിട്ടില്ല, നമുക്ക് തിരിച്ച് മുന്നോട്ട് പോകാം അല്ലെ. ഈ ചോദ്യം ഓക്കെ ആണോ? BCC. So atomic packing factor of yes, assistant engineer mechanical universities ചോദിച്ചേക്കുന്ന ചോദ്യം. Atomic packing factor for BCC unit cell of hard sphere atom will be എത്രയാണ്? 0.73, 0.68, 0.63, 0.78 അല്ലെ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. 0.63 ആണോ 0.68 ആണോ എന്നൊക്കെ ഒരു സംശയം വരും. എത്രയാണ്? 0.68. സംശയമൊന്നുമില്ലല്ലോ. യെസ്, കറക്റ്റ് ആണ്, എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലേ. അപ്പോ ഇത്തരത്തിൽ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് നമ്മളുടെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് വരുന്നുണ്ടാവുക. സോ അത് വിട്ട് കളയരുത് കേട്ടോ, യെസ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. യെസ്. അപ്പൊ ഇതേതായിരുന്നു? ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഗാമ അയന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതായിരുന്നു? നമ്മൾ പറഞ്ഞു ഗാമ അയണിൻ ഏതായിരുന്നു? ബോഡി സെന്റേഡ് ആണോ അതോ ഓർത്തോറോംബിക് ആണോ അതോ ഫേസ് സെന്റേഡ് ആണോ അതോ ഹെക്സഗണലി ക്ലോസ് പാക്ഡ് ആണോ? യെസ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ഗാമ അയൺ ഇൻ FCC. ഗാമ അയണുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് ആൽഫ അയൺ ഇൻ BCC സ്ട്രക്ചർ, ഗാമ അയൺ ഇൻ FCC സ്ട്രക്ചർ, ദെൻ ഡെൽറ്റ അയൺ ഇൻ അഗെയിൻ BCC സ്ട്രക്ചർ. അപ്പൊ അത്തരത്തിൽ അയണിന്റെ 3 ഫേസസ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഗാമ അയൺ ഇൻ BCC, ദാറ്റ് ഈസ് ഗാമ അയൺ എന്ന് പറഞ്ഞാൽ
സോറി, ആൽഫ അയൺ എന്ന് പറഞ്ഞാൽ ഫെറൈറ്റ് ആണ് കേട്ടോ. ഫെറൈറ്റിക് സ്ട്രക്ചർ ആണ്. ആൽഫ അയൺ ഇൻ ബോഡി സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ, അതായത് റൂം ടെമ്പറേച്ചറിലാണ്. ദെൻ ഗാമ അയൺ ഇൻ FCC ഓസിലേറ്റിംഗ് ടെമ്പറേച്ചറിലേക്ക് വന്നു, അതായത് 910 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വന്നു ഗാമ അയൺ ഇൻ FCC. ദെൻ ഡെൽറ്റ അയൺ 1400 മുകളിലേക്ക് വരുന്നുണ്ട്. യെസ്, 1100 റേഞ്ച് വരുന്നുണ്ട് കേട്ടോ. യെസ്, അതിന് മുകളിലേക്ക് വരുമ്പോൾ ഡെൽറ്റ അയൺ ദാറ്റ് ഈസ് BCC അഗെയിൻ അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചുണ്ട്. അതിന് മുകളിൽ 1500-1539 ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് പോകുന്ന സമയത്ത് അത് ലൈക്ക് മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ടാവും. ഓക്കെ, എനിവേ ഓർത്തിരുന്നാൽ മതി. നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഇത്രയേ ഉള്ളൂ. ഗാമ അയൺ എത്രയാണ്? സോ ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഗാമ അയൺ ഇൻ FCC. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഫേസ് സെന്റേഡ് ക്യൂബിക്. അഗെയിൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ചോദിച്ചൊരു ചോദ്യമാണ്, 2017 ചോദ്യമാണ്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ, ഇവിടെ ഒരു കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാംസ് നോക്കിയാലും ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഒക്കെ ക്വസ്റ്റ്യൻസ് ധാരാളം കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങളൊന്ന് പോയി നോക്കുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കാര്യം ഇവിടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഫൈൻ. അപ്പോ നമ്മൾ പറഞ്ഞു നിർത്തി ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ FCCയുടെ വാല്യൂ കൊണ്ടൊന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു ധാരണയാവും. പിന്നെ നമുക്ക് ഒരാളോടുണ്ട് പഠിക്കാം നമുക്ക്. അപ്പൊ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCCയുമായി ബന്ധപ്പെട്ട്, അപ്പോൾ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC, അപ്പൊ ഫേസ് സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റലുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു എന്താണ് അവിടെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 4 ആണ്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. ഇനി നമുക്ക് വേണ്ടുന്നത് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ആണ്. അപ്പൊ നേരത്തെ അതേ പ്രൊസീജിയർ എന്താണ്? APF കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ that is the volume of atoms divided by volume of unit cell. വോളിയം ഓഫ് ആറ്റം 4 ആറ്റം ആണുള്ളത്. 4 into 4/3 പൈ ആർ ക്യൂബ്, 4 into 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ A ക്യൂബ് അല്ലെ, A ക്യൂബ്. അപ്പൊ ഇവിടെ നമുക്ക് അഗെയിൻ നമുക്ക് ആ ഒരു A ക്യൂബ് കണ്ടുപിടിക്കണം അല്ലെ. സോ A ക്യൂബ് ദാറ്റ് ഈസ് A കണ്ടുപിടിക്കണം. A ഇൻ ടേംസ് ഓഫ് ആറിലേക്ക് നമുക്ക് എത്തിക്കണം. അതാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോ ഇത്തരത്തിൽ നമുക്കറിയാം 4R എന്ന് പറയുന്നത്, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4R എന്ന് പറയുന്നത് സോ ഇവിടെ A ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന A റൂട്ട് A ആണ് അല്ലെ, റൂട്ട് 2A സംശയമൊന്നുമില്ലല്ലോ. ഇത്തരത്തിൽ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ഇവിടെ A ആണ് ഇതെന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് 2A, സംശയമില്ലല്ലോ. അപ്പൊ റൂട്ട് 2A എന്ന് പറയുന്നത് 4R അല്ലേ. ഈ പറയുന്ന ഇതിൽ ഇവിടെ ഒരു R, ഇവിടെ 2R, ഇവിടെ ഒരു R, അങ്ങനെ 4R. അപ്പൊ റൂട്ട് 2A എന്ന് പറയുന്നത് 4R ആണ്. റൂട്ട് 2A എന്ന് പറയുന്നത് 4R ആണ്, സംശയമില്ലല്ലോ. റൂട്ട് 2A എന്ന് പറയുന്നത് 4R ആണ്. സോ അതിനകത്ത് നിന്ന് A എന്ന് പറയുന്നത് എന്താ? 4R by root 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത്തരത്തിൽ A is equal to 4R by root 2. അപ്പൊ 4 into 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡ് ബൈ 4R by root 2 നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 0.74. അപ്പോ 0.52, 0.68, 0.74. ഓക്കെ, അതാണ് നമ്മൾ 3 കിട്ടിയ വാല്യൂ. അത്തരത്തിൽ സിമ്പിൾ ക്യൂബിക് ബോഡി സെന്റേഡ് FCC എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കാം. യെസ്, അപ്പൊ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് FCC എന്ന് പറയുന്നത് 0.74 ആണ്. വീണ്ടും കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഇത്തരത്തിൽ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഫോർ FCC എന്നുള്ളത് ഓർത്തിരിക്കാം. ഏകദേശം 74% എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് എഫിഷ്യൻസിയാണ് നമുക്ക് ദാറ്റ് ഈസ് FCCയിൽ കിട്ടുന്നുണ്ടാവുക. ഓക്കെ ആണ്. അപ്പൊ 3 ടൈപ്പ് സ്ട്രക്ചറിന്റെ വാല്യൂസ് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചർ. ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട 3 വാല്യൂസ് ഇതൊക്കെയാണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ 6, അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എത്രയാ? 1, 1 ശേഷം 2, അതിനുശേഷം 4, അതിനുശേഷം 6. ഓക്കെ ആണല്ലോ. 1, 2, 4, 6, സംശയമില്ലല്ലോ. സോ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഈസ് 6. അഗെയിൻ കോർഡിനേഷൻ നമ്പർ വ്യത്യാസം വേണ്ട. ദാറ്റ് ഈസ് 12. നേരത്തെയും 12 ആയിരുന്നു, ഇപ്പോഴും 12. അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ നേരത്തെയും 0.74, ഇപ്പോഴും 0.74. അപ്പോ ഈ 2 വാല്യൂസ് ഓർത്തിരിക്കാലോ. അപ്പോ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്ട്രക്ചറിന്റെ കോർഡിനേഷൻ നമ്പർ 12, ദെൻ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.74. ഓക്കെ, തൊട്ടു മുന്നേ പഠിച്ച FCCയും ഇത് തന്നെയാണ്. അവിടെ 4, 12, 0.74. BCC ഓർക്കുന്നുണ്ടല്ലോ, 2, 8, 0.68 ഓർക്കുന്നുണ്ടല്ലോ. സിമ്പിൾ ക്യൂബിക് 1, അതിനുശേഷം എന്തായിരുന്നു കിട്ടിയേ? 1,
6.52 സംശയമൊന്നുമില്ലല്ലോ. യെസ്, ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഹെക്സഗണൽ ക്ലോസ് പാക്ഡുമായി ബന്ധപ്പെട്ട് അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ. മഗ്നീഷ്യം, കാഡ്മിയം, ടൈറ്റാനിയം, സിങ്ക്. ഓക്കെ, മഗ്നീഷ്യം, കാഡ്മിയം, ടൈറ്റാനിയം, സിങ്ക് എന്നുള്ളത് ഓർത്തിരിക്കാം. സിങ്ക് എന്നുള്ളത് ഓർത്തിരിക്കാം. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നേരത്തെ പറഞ്ഞു BCC, FCC. FCC എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു വളരെ ഡക്ടൈൽ ആയിട്ടുള്ള ഗോൾഡ്, അതുപോലെ തന്നെ കോപ്പർ, അലൂമിനിയം, ലെഡ്, അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു FCC കണ്ടത് അല്ലെ. യെസ്, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ആകുമ്പോൾ മഗ്നീഷ്യം, കാഡ്മിയം, ടൈറ്റാനിയം, സിങ്ക് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സിങ്ക്. അപ്പം ഈ എലമെന്റുകൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വളരെ റെയർ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അത്ര നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഈ പറയുന്ന അറേഞ്ച്മെന്റിനോടൊപ്പം തന്നെ, അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ FCC അല്ലെങ്കിൽ BCCയുടെ ഒപ്പം തന്നെ കാണപ്പെടുന്ന ഒരു ക്യൂബിക് ക്രിസ്റ്റൽ അല്ല ഈ പറയുന്ന ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ആയിട്ട് ഇത്തരത്തിൽ കാണപ്പെടുന്ന ഇവരോടൊപ്പം തന്നെ കാണപ്പെടുന്ന ഒരു റെയർ ആയിട്ട് അല്ലെങ്കിൽ അത്ര ജനറൽ ആയിട്ട് കാണപ്പെടുന്ന ഒരു ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ല ഈ ഡയമണ്ട് ക്യൂബിക് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഡയമണ്ട് ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ പാക്കിംഗ് ഫാക്ടർ നമ്മൾ പഠിക്കുന്നതിൽ അത് ഏറ്റവും കുറവായിട്ടുള്ളത് 34% അല്ലെങ്കിൽ APF 0.34 കുറവാണ്, 0.34. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് 8, കോർഡിനേഷൻ നമ്പർ 4. അപ്പം കോർഡിനേഷൻ നമ്പർ ഏറ്റവും കുറവ് ഇത്തരത്തിൽ 4, നമ്മൾ 6 മുതൽ തുടങ്ങിയത് അല്ലെ. അപ്പൊ 4 ഏറ്റവും കുറവായിട്ടുള്ള കുറെ ആൾക്കാരാണ് ഇത് ഈ പറഞ്ഞ ഡയമണ്ട് ക്യൂബിക്. അപ്പൊ ബോണ്ടിങ് വന്നിട്ട് കോവാലന്റ് ബോണ്ട് വന്നിട്ട് കോവാലന്റ് ബോണ്ട്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഡയമണ്ട് ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അവിടെ കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ ബോണ്ടിങ് ഉണ്ടാവുക. യെസ്, അപ്പൊ അത്തരത്തിലുള്ള ഡയമണ്ട് ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് വളരെ, നമ്മുടെ ഡയമണ്ട്, സിലിക്കൺ, ജർമ്മനിയം, ഗ്രേറ്റിൻ അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സ് ഇൻഡസ്ട്രീസിലും ജർമ്മേനിയം, സിലിക്കണുമായി ബന്ധപ്പെട്ട് സെമി കണ്ടക്ടേഴ്സ് ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ ഡയമണ്ട്, സിലിക്കൺ അത്തരത്തിൽ ടൂളുമായി ബന്ധപ്പെട്ട് ടൂൾ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഓക്കെ, അതൊക്കെ ഇത്തരത്തിൽ വളരെ ഹാർഡ് ആയിട്ടുള്ള ഡയമണ്ട് ഒക്കെ എസ്പെഷ്യലി ഇത്തരത്തിൽ ഡയമണ്ട് ക്യൂബിക് സ്ട്രക്ചറിലേക്കായി വരുന്നുണ്ടാവുക. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കോവാലന്റ് ബോണ്ടാന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ ഡയമണ്ട് ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള FCC, HCP കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം പാക്കിംഗ് എഫിഷ്യൻസി വളരെ കുറവാണെന്നുള്ളത് കൂടി മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ നമുക്ക് ഡയമണ്ട് ക്യൂബിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ നമ്മുടെ ജനറൽ ആയിട്ട് നമ്മൾ അങ്ങനെ ഡിസ്കഷൻ ചെയ്യാറില്ല. എങ്കിലും ഒന്ന് ഓർത്തുന്നുള്ളൂ, ഇത്തരത്തിലുള്ള ഡയമണ്ട് ക്യൂബിക് സ്ട്രക്ചർ ഉണ്ട്. ഇത്തരത്തിൽ വളരെ ഹാർഡ് ആയിട്ടുള്ള എസ്പെഷ്യലി ഡയമണ്ട് ഒക്കെ ഇത്തരത്തിലുള്ള ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഡയമണ്ട്, സിലിക്കൺ, ജർമേനിയം പ്രധാനമായിട്ടും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ജർമേനിയം, സിലിക്കൺ അങ്ങനെയുള്ള എലമെന്റുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഡയമണ്ട് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ഇതിൽ ഡയമണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. വളരെ ജനറൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഡയമണ്ട് ഒരു എക്സെപ്ഷണൽ കേസാണ്. നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ അവനെ കൂട്ടണ്ട തൽക്കാലം. അപ്പൊ ക്രിസ്റ്റൽ സ്ട്രക്ചർ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ ഒരു സമ്മറി പോലെ എടുക്കുകയാണെങ്കിൽ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേബിൾ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്, ദെൻ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ്. സംശയമൊന്നുമില്ല. ഇത്തരത്തിൽ നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ സിമ്പിൾ ക്യൂബിക് നമ്മൾ പഠിച്ചു 1, കോർഡിനേഷൻ നമ്പർ 6, 0.52 ആണ് എഫിഷ്യൻസി. നമ്മൾ പഠിക്കുന്നത് ഏറ്റവും കുറവ്. ബോഡി സെന്റേഡ് ആണെങ്കിൽ 2 ആറ്റം ആണുള്ളത്, 1/8 × 8 + 1. അവിടെയുള്ള കോർഡിനേഷൻ നമ്പർ 8, അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ 0.62. FCC 4 കാര്യം 4 ആറ്റം ആണുള്ളത്. ഈ പറയുന്ന 12 ആണ് കോർഡിനേഷൻ നമ്പർ 0.74. താഴെയുള്ള ആളും അതുപോലെ തന്നെയാണ്. 6 ആണ് കോർഡിനേഷൻ നമ്പർ. ഹെക്സ എന്ന് പറയുമ്പോൾ 6 ഓർത്തിരുന്നാൽ മതി. ഹെക്സഗൺ 6 ഫേസ് അല്ലേ, അപ്പൊ 6 എന്നുള്ള ഓർത്തിരിക്കാം. 12.74 തൊട്ട് മുന്നേ ഉള്ള FCC അതേ വാല്യൂ തന്നെയാണ് എല്ലാം ഉണ്ടാവുക, 12.74. അപ്പൊ ഇതാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വേണ്ടുന്ന സാധനം. ഈ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഓക്കെ, ഇപ്പൊ ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ട്രക്ചറുകളാണ്? സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേഡ്, ഫേസ് സെന്റേഡ്, ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ഓരോ യൂണിറ്റ് സെല്ലിലും ഉള്ള അല്ലെങ്കിൽ എത്ര ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ട്? സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ 1, ബോഡി സെന്റേഡ് ആണെങ്കിൽ 2, FCC ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ. സോ 1/8 × 1/8 × 1/8 × 8 പ്ലസ് എന്താണ് 1/2 × 6 അങ്ങനെയാണ് നമുക്ക് 4 കിട്ടുന്നത് അല്ലെ. സംശയമൊന്നുമില്ലല്ലോ. യെസ്, അങ്ങനെ FCC 4, HCP 6, അതുപോലെ കോർഡിനേഷൻ നമ്പർ 6, 8, 12, 12. അതുപോലെ തന്നെ എഫിഷ്യൻസി നോക്കുന്ന നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി FCC ആൻഡ് HCP ആണ് 0.74. അതുപോലെ തന്നെ ഏറ്റവും കുറവ് നിലവിലുള്ളതിൽ നമുക്ക് ഡയമണ്ട് 3.34 ഉള്ളൂ. അതുപോലെ തന്നെ സിമ്പിൾ ക്യൂബിക് ആണ് ജനറൽ ആയിട്ടുള്ളതിൽ ഏറ്റവും കുറവ്, ദാറ്റ് ഈസ് 0.52. 0.68 ആണ് FCC. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് വന്ന് ഓൾറെഡി നമ്മൾ കണ്ടു അല്ലെ. യെസ്, അപ്പോ ഇതാണ് അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. BCC 0.68, HCP 0.74, FCC 0.74, ഡയമണ്ട് ക്യൂബിക് 0.34,
സിമ്പിൾ ക്യൂബിക് 0.52 അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് ആ റിലേഷൻ, നമുക്ക് മറ്റൊരു രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് അറ്റോമിക് റേഡിയസ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്, വന്നിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് അറ്റോമിക് റേഡിയസ്. നമ്മളെല്ലാം പഠിച്ചതാണല്ലോ. അപ്പോൾ സിമ്പിൾ ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എ ഈസ് ഈക്വൽ ടു എന്താണ് 2r ആയിട്ടാണ് എടുത്തത് അല്ലെ. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 2r. സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് 2r വന്നത്? സോ എ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ 6 പ്ലസ് ഇവിടുത്തെ 6. സംശയമില്ലല്ലോ. ദെൻ അടുത്തത് നമുക്ക് ബോഡി സെന്റേഡ് അല്ലെ. ബോഡി സെന്റേഡ് എടുത്തപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ ഒക്കെ എടുത്തത് അല്ലെ, ഈ ഒരു ട്രയാങ്കിൾ. അപ്പോൾ റൂട്ട് 3a എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, റൂട്ട് 3a ആണ്, ഇത് a ആണ്. യെസ്, ഇത് റൂട്ട് 2a ആണ് അല്ലെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഓക്കെ അപ്പൊ അത്തരത്തിൽ ഇത് ഈ ഒരു എ എടുത്തിട്ട് റൂട്ട് 2a ഈ റൂട്ട് 2a എടുക്കുമ്പോഴാണ് റൂട്ട് 3a വരുന്നത്. സോ റൂട്ട് 3a ഈസ് ഈക്വൽ ടു റൂട്ട് 3a ഈസ് ഈക്വൽ ടു 4r അല്ലെ, 4r. സോ ഇതാണല്ലോ നമ്മുടെ റിലേഷൻ ഫോർ ദ കേസ് ഓഫ് എന്ത് ബോഡി സെന്റേഡ് ക്യൂബിക്. സംശയമൊന്നുമില്ലല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാ. അപ്പൊ അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റലിൽ ആറും എയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ആറും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ദാറ്റ് ഈസ് 4r ഈസ് ഈക്വൽ ടു 4r ഈസ് ഈക്വൽ ടു എന്താണ്? 4r ഈസ് ഈക്വൽ ടു ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ a റൂട്ട് 2a, ദാറ്റ് ഈസ് റൂട്ട് 2a ഈസ് ഈക്വൽ ടു 4r. അപ്പോൾ ആ റിലേഷൻ ആണ് a ഇൻ ടേംസ് ഓഫ് ആറിലേക്ക് വരിക, a ഈസ് ഈക്വൽ ടു 4r ബൈ റൂട്ട് 2. അപ്പോൾ എല്ലാ കേസിലും ആ ഒരു എയും ആറും തമ്മിലുള്ള റിലേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അത് ഡയറക്റ്റ് ചോദ്യം വന്നിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ആൻഡ് അറ്റോമിക് റേഡിയസ്, റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് അറ്റോമിക് റേഡിയസ്. ഓക്കെ ആണോ? റിലേഷൻ ബിറ്റ്വീൻ എഡ്ജ് ലെങ്ത് ആൻഡ് അറ്റോമിക് റേഡിയസ്. അപ്പൊ ചോദിക്കും കറസ്പോണ്ടിങ് FCC-യിൽ എഡ്ജ് ലെങ്ത് എത്രയാണെങ്കിൽ അറ്റോമിക് റേഡിയസ് തമ്മിലുള്ള റിലേഷൻ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അപ്പം റൂട്ട് 3 ഈക്വൽ ടു 4r, a ഈക്വൽ ടു 2a, a ഈക്വൽ ടു 4r ബൈ റൂട്ട്. അങ്ങനെ നിലവിൽ ഇക്വേഷൻസ് തരും. അതിനകത്ത് ഏതാണ് നമ്മളുടെ ആ ഒരു റിലേഷൻ കൃത്യമായിട്ടുള്ളത് ഏതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. സ്ട്രക്ചറിന്റെ എക്സാമ്പിൾസിലേക്ക് വരാം. ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെറ്റീരിയൽസ് എക്സാമ്പിൾസിലേക്ക് വരാം. ദാറ്റ് ഈസ് FCC, BCC, HCP. FCC അതുപോലെ തന്നെ BCC, HCP. ഇത് ഇത്തരത്തിൽ നിക്കൽ, അതുപോലെ തന്നെ കോപ്പർ, ഗോൾഡ്, പ്ലാറ്റിനം, ഗോൾഡ്, ലെഡ്, അലൂമിനിയം, ഓക്കെ, വനേഡിയം, മൊളിബിനം, അതുപോലെ തന്നെ ടങ്സ്റ്റൺ, ടാൻറ്റാലം, അതുപോലെ തന്നെ മഗ്നീഷ്യം, സിങ്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ. ദെൻ BCC, FCC, ഓസ്നൈറ്റ് ഇൻ ഗാമ അയൺ, ഫെറൈറ്റ് ഇൻ ആൽഫ അയൺ. ഓക്കെ, ഫെറൈറ്റ് ഇൻ ആൽഫ അയൺ. യെസ്, അതുപോലെ തന്നെ ഓസ്നൈറ്റ്, ഗാമ അയൺ ഇൻ FCC അല്ലെ. ബോഡി സെന്റേഡ് ക്യൂബിക് ക്രിസ്റ്റൽ, ദാറ്റ് ഈസ് നമുക്കറിയാം ലൈക്ക് എന്താണ് റൂം ടെമ്പറേച്ചറിൽ ആൽഫ അയൺ ഫെറൈറ്റ് ഇൻ BCC സ്ട്രക്ചർ. ഗ്ലാസ് അമോർഫസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. സോ ഇവിടെ ഇത്തരത്തിൽ കൊബാൾട്ട്, ക്രോമിയം, HCP ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നുണ്ട്. HCP അത് 420 താഴെയാണെങ്കിൽ HCP ആയിട്ടും, അതുപോലെ മുകളിലാണെന്നുണ്ടെങ്കിൽ FCC ആയിട്ടും കാണപ്പെടുന്നു. ക്രോമിയം അതുപോലെ തന്നെ ലെസ് ദാൻ 20 ആണെങ്കിൽ HCP, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 20 ആണെങ്കിൽ BCC ആയിട്ടും കാണപ്പെടുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല എങ്കിൽ തന്നെയും ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് സോ ഇവിടെ ആ ഒരു ഇന്ന സ്ട്രക്ചർ കറസ്പോണ്ടിങ് അതിന്റെ ഏതൊക്കെയാണ് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ളൊന്നുമില്ലല്ലോ അതിനകത്ത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ബൈഹാർട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? യെസ്, അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഇത്രയും പോർഷൻ ആണ് നമ്മുടെ ആ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ തുടക്കത്തിലുള്ള ക്വസ്റ്റ്യനിലേക്കും പോയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് കൂടെ നോക്കിയിട്ട് നിർത്താം. ഓക്കെ. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഓൾറെഡി നമ്മൾ കണ്ടു. FCC സ്ട്രക്ചർ കോർഡിനേഷൻ നമ്പർ ഓൾറെഡി പറഞ്ഞു 12. സംശയമൊന്നുമില്ല, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, 12 ആണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ചോദ്യം ശ്രദ്ധിക്കൂ. ദാറ്റ് ഈസ് ദ ക്ലോസ്ഡ് പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഈസ് ഫൗണ്ട് ഇൻ. ക്ലോസ്ഡ് പാക്ഡ് ഹെക്സഗണൽ സ്പേസ് ലാറ്റിസ് ഈസ് ഫൗണ്ട് ഇൻ ABCD. ഏതായിരിക്കും ഹെക്സഗണൽ സ്പേസ്? നമ്മൾ കണ്ടിരുന്നു ഏതായിരുന്നു? ഹെക്സഗണൽ HCP കണ്ടിരുന്ന ഏതായിരുന്നു? ഓർക്കുന്നുണ്ടോ? മഗ്നീഷ്യം, അവസാനം സിങ്ക്. ഓർക്കുന്നുണ്ടോ? യെസ്, ഓപ്ഷൻ A is the right answer. ഓപ്ഷൻ A is the right answer. അപ്പോ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് സ്പേസ് ലാറ്റിസ്, സിങ്ക്, മഗ്നീഷ്യം, കൊബാൾട്ട്, കാഡ്മിയം, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ ആണ്. അപ്പൊ നോക്കൂ, ആൽഫ അയൺ
ടങ്സ്റ്റൺ ക്രോമിയം മോളിബ്ഡിനം. ആൽഫ അയൺ ഏതായിരുന്നു? ആൽഫ അയൺ ടങ്സ്റ്റൺ ക്രോമിയം മോളിബ്ഡിനം ഏതായിരുന്നു? ആൽഫ അയൺ ഓർക്കുന്നുണ്ടോ? ആൽഫ അയൺ. യെസ്, റൈറ്റ് ആൻസർ ആണ്. യെസ്, ഫിദ, ഗൗരി എല്ലാം കറക്റ്റ് ആണ്, എല്ലാവരും കറക്റ്റ് ആണ്. യെസ്, ആൽഫ അയണിന് ആൽഫ അയൺ ഇൻ BCC റൈറ്റ് ആൻസർ ആണ്. ആൽഫ അയൺ BCC. അതുപോലെ തന്നെ ഗാമ അയൺ, അലൂമിനിയം, കോപ്പർ, ലെഡ്, സിൽവർ, നിക്കൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. കുറച്ച് ഡക്റ്റൈൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം എന്തായിരുന്നു? ഗാമ അയൺ ഇൻ FCC, അലൂമിനിയം ഇൻ FCC, കോപ്പർ ഇൻ FCC, ലെഡ് ഇൻ FCC, സിൽവർ ഇൻ FCC, നിക്കൽ ഇൻ FCC. യെസ്, റൈറ്റ് ആൻസർ ആണ്. ഓപ്ഷൻ സി ആണ്. അവിടെ എല്ലാം മനസ്സിലായല്ലോ ഇവിടെ ഏതാണൊക്കെ? ഇത് FCC, ഇത് BCC, ഇത് HCP. സോ അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കേട്ടോ. യെസ്, ഓക്കെ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് എന്തായിരുന്നു? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ഓക്കെ, ഇവിടെ എത്രയാണെന്ന് ചോദിച്ചത്? ദാറ്റ് ഈസ് BCC ആണ്. BCC ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ദാറ്റ് ഈസ് 0.68 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, മറ്റൊന്നും ഉത്തരമായിട്ടില്ല. ഓക്കെ, ഫൈൻ. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഗാമ അയൺ ഇൻ FCC, ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഗാമ അയൺ ഇൻ FCC. അതുപോലെ തന്നെ എന്താണ്? ആൽഫ അയൺ ഇൻ BCC അല്ലെ, ഡെൽറ്റ അയൺ ഇൻ BCC. യെസ്, ഓക്കെ. കുറച്ച് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അതോടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് നിർത്താം. യെസ്. നോക്കൂ, ദ അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ അറ്റോമിക് ഫാക്ടർ എത്രയായിരുന്നു? അറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് BCC. യെസ്, ഓപ്ഷൻ ബി. 0.68 അല്ലേ? ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. 0.68. മറ്റു ചോദ്യം, കോർഡിനേഷൻ നമ്പർ ഓഫ് ആറ്റം ഇൻ ബോഡി സെന്റേർഡ് അഗൈൻ BCC-യിലുള്ള കോർഡിനേഷൻ നമ്പർ എത്രയായിരുന്നു? കോർഡിനേഷൻ നമ്പർ BCC. യെസ്, റൈറ്റ് ആൻസർ ആണ്. 6, 8, 12 അല്ലെ, അങ്ങനെയല്ല നമ്മൾ പഠിച്ചത്. യെസ്, റൈറ്റ് ആൻസർ 8. യെസ്, റൈറ്റ് ആൻസർ ആണ് 8. റൈറ്റ് ആൻസർ 8. ഗുഡ്, എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കൊള്ളാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോമൺ മെറ്റാലിക് സ്ട്രക്ചർ? FCC, BCC, ഹെക്സഗണൽ, ഡയമണ്ട് ഏതായിരുന്നു കോമൺ ആയിട്ടല്ലാത്ത? യെസ്, റൈറ്റ് ആൻസർ ആണ് ഡയമണ്ട് ക്യൂബിക്. ചോദ്യം വന്നിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഗേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡയമണ്ട് ക്യൂബിക് ഇസ് റൈറ്റ് ആൻസർ. കോമൺ മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലാത്തത് ഡയമണ്ട് ക്യൂബിക് ആണ്. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 1 യൂണിറ്റ് സെൽ ഓഫ് ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ? എത്ര ആറ്റംസ് പെർ യൂണിറ്റ് സെൽ ഉണ്ട് BCC? യെസ്, നമ്മൾ SC പറഞ്ഞത് 1, BC പറഞ്ഞത് ബോഡി സെന്റേർഡ് ആണെന്ന് എത്രയായിരുന്നു പറഞ്ഞത്? യെസ്, 2 അല്ലെ, പിന്നെ 4 പറഞ്ഞു അല്ലെ. യെസ്, റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി 2 ആണ്. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് ഹാസ് എ ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ? താഴെ തന്നിരിക്കുന്നതിനകത്ത് BCC സ്ട്രക്ചർ ആയിട്ടുള്ളവരാണ്? അലൂമിനിയം, ആൽഫ അയൺ, കോപ്പർ, ലെഡ്. യെസ്, അഗൈൻ BCC ബോഡി സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ, ദാറ്റ് ഈസ് BCC സ്ട്രക്ചറിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കാണപ്പെടുന്ന ആൽഫ അയൺ അല്ലെങ്കിൽ ഫെറൈറ്റ് അല്ലെ, റൈറ്റ് ആൻസർ ആണ്. ആൽഫ അയൺ അല്ലെങ്കിൽ ഫെറൈറ്റ് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. യെസ്. മറ്റൊരു ചോദ്യം, ക്രിസ്റ്റൽ സ്ട്രക്ചർ പ്രൊവൈഡ്സ് ഹൈയസ്റ്റ് ഡക്ടിലിറ്റി. ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചർ ആണ് ഹൈയസ്റ്റ് ഡക്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് അലൂമിനിയം, കോപ്പർ, ലെഡ് അങ്ങനെയുള്ള ഹൈയസ്റ്റ് ഡക്ടിലിറ്റി പ്രൊവൈഡ് ചെയ്തത്? യെസ്, റൈറ്റ് ആൻസർ അത് FCC സ്ട്രക്ചർ തന്നെയാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽ ഹാസ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ? താഴെ തന്നിരിക്കുന്നതിൽ FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതാണ്? FCC ക്രിസ്റ്റൽ സ്ട്രക്ചർ ഏതാണ്? അയൺ അറ്റ് റൂം ടെമ്പറേച്ചർ, അത് BCC നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോപ്പർ, ടങ്സ്റ്റൺ, മഗ്നീഷ്യം. റൈറ്റ് ആൻസർ. നമുക്ക് വയർ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കോപ്പർ തന്നെയാണ് നമ്മളുടെ FCC ആയിട്ടുള്ളത് അല്ലെ, മറ്റു ചോദ്യം, KW അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓൾറെഡി നമ്മൾ ചോദിച്ചതാണ്. 12 ആണ് നമ്മൾ ഉത്തരം, ഓൾറെഡി നമ്മൾ കണ്ട ചോദ്യമാണ്, വിട്ടേക്ക്. ഓക്കെ, ഫൈൻ. മറ്റു ചോദ്യം ഗേറ്റ് ചോദ്യമാണ്. നോക്കൂ, ഫോർ എ ഡക്ടൈൽ മെറ്റീരിയൽ ടഫ്നെസ് ഇസ് എ മെഷർ ഓഫ്. എന്താണ് ടഫ്നെസ്? ഒരു ജനറൽ ചോദ്യമാണ്. ടഫ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടഫ്നെസ്, റെസിസ്റ്റൻസ് ടു സ്ക്രാച്ച്, അത് ഹാർഡ്നെസ് ആണ്. എബിലിറ്റി ടു ഒബ്സർവ് എനർജി അപ് ടു ഫ്രാക്ചർ, എബിലിറ്റി ടു ഒബ്സർവ് എനർജി ടിൽ ഇലാസ്റ്റിക് ലിമിറ്റ്, റെസിസ്റ്റൻസ് ടു ഇൻഡന്റേഷൻ. യെസ്, റൈറ്റ് ആൻസർ ആണ് ടഫ്നെസ്. ടഫ്നെസ് ഇസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു എന്താണ് അബ്സോർബ് എനർജി ബിഫോർ ഇറ്റ് ഫെയിലിയർ അല്ലെ. യെസ്, എബിലിറ്റി ടു ഒബ്സർവ് എനർജി അപ് ടു ഫ്രാക്ചർ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. So toughness is a property, ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആണ്. Toughness is the property of a material to absorb energy before it failure അല്ലെ, സംശയമൊന്നുമില്ലല്ലോ. യെസ്, ഓപ്ഷൻ ബി is the right answer. യെസ്. മറ്റേ ചോദ്യം, the crystal structure of aluminum, again ഗേറ്റ് 2017 ചോദ്യം. crystal structure of aluminum വയർ ഫോമിലേക്ക് മാറ്റാൻ കഴിയണം, വളരെ ഡക്ടൈൽ ആയിരിക്കണം. യെസ്, റൈറ്റ് ആൻസർ ഈസ് FCC. യെസ്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്.
ഓക്കെ ആണല്ലോ? യെസ്, ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. FCC ആണ് നമ്മുടെ ഉത്തരം. മറ്റൊരു ചോദ്യം. ഓക്കെ, അത് ഫെറൈറ്റ് നമുക്കറിയാലോ, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഫെറൈറ്റ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഫെറൈറ്റ് അല്ലെങ്കിൽ ആൽഫ അയൺ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ആൽഫ അയൺ ഇൻ BCC. സംശയമില്ലല്ലോ? യെസ്, അനന്തകൃഷ്ണൻ ഓക്കെ ആണല്ലോ? BCC അല്ലെ? BCC, ആൽഫ അയൺ ഇൻ BCC. മറ്റൊരു ചോദ്യം ഗേറ്റ് 2010 ചോദ്യമാണ്, ശ്രദ്ധിച്ചോളൂ. The material property which depends only on basic crystal structure. The material property which depends only on basic crystal structure. Basic crystal structure ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി. only depend on basic crystal structure അല്ലെ? ഒരു ബേസിക് ക്രിസ്റ്റൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ പ്രോപ്പർട്ടി ഏതാണ്? ഓപ്ഷൻ എ ഫറ്റീഗ് സ്ട്രെങ്ത്, ഓപ്ഷൻ ബി വർക്ക് ഹാർഡനിങ്, ഓപ്ഷൻ സി ഫ്രാക്ചർ സ്ട്രെങ്ത്, ഓപ്ഷൻ ഡി ഇലാസ്റ്റിക് കോൺസ്റ്റന്റ്. യെസ്, ഇവിടെ ഉത്തരമായിട്ട് വരിക. യെസ്, ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് ഈസ് റൈറ്റ് ആൻസർ. ദ മെറ്റീരിയൽ, യെസ് സേതു കറക്റ്റ് ആണ്. യെസ്, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ദ മെറ്റീരിയൽ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ബേസിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ. അപ്പൊ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിച്ചതുകൊണ്ട് ബേസിക് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ് ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നോക്കൂ. ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് നമുക്കറിയാം തരത്തിൽ യങ്സ് മോഡുലസ് ഈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. ദെൻ ബൾക്ക് മോഡുലസ് ആണെങ്കിൽ വോളിയം സ്ട്രെസ് ബൈ വോളിയമെട്രിക് സ്ട്രെയിൻ ആണ്. റിജിഡ് മോഡുലസ് ആകുമ്പോൾ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് നമുക്കറിയാം അല്ലെ? സോ അത്തരത്തിലുള്ള ഇലാസ്റ്റിക് കോൺസ്റ്റന്റുകളെല്ലാം തന്നെ so depends only on the basic crystal structure, not the geometry and the loading condition. അതിൽ ജോമെട്രിനെയോ ലോഡിംഗ് കണ്ടീഷനോ ഡിപ്പെൻഡ് അല്ല, എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബേസിക് ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ നമ്മൾ ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കുമ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അത്തരത്തിൽ ആ ഒരു ഇലാസ്റ്റിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ബേസിക് ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. യെസ്, ഓർത്തിരിക്കാം. മറ്റു ചോദ്യം, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഓസ്നൈറ്റ്. ഓസ്നൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാമ അയൺ ആണ് ഓസ്നൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗേറ്റ് 2011 ചോദ്യം. സോ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഓസ്നൈറ്റ് ഗാമ അയൺ ഇൻ FCC. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് ഓസ്നൈറ്റ് ദാറ്റ് ഈസ് FCC. ഓക്കെ ആണല്ലോ? യെസ്, ഓക്കെ ആണല്ലോ? മറ്റു ചോദ്യം നോക്കൂ. when the temperature of a solid metal increases. നമ്മൾ വെറുതെ ഒരു മെറ്റൽ ചൂടാക്കും. നമ്മുടെ മെറ്റൽ ചൂടാക്കും. when the temperature of a solid metal increases. ഗേറ്റ് 2005 ചോദ്യം. when the temperature of a solid metal increases എന്താ സംഭവിക്കുക? the strength of metal decreases but ductility increases. both strength and ductility of metal decreases. both strength and ductility of metal increases. strength of metal increases but ductility decreases. ഏതായിരിക്കും വരുന്നുണ്ടാവും? യെസ്, സംശയമൊന്നും വേണ്ട. വെറുതെ നമ്മൾ മെറ്റൽ എടുത്ത് ചൂടാക്കുക, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? സ്ട്രെങ്ത് കുറയുന്നു അല്ലെ? സ്ട്രെങ്ത് ഓഫ് മെറ്റൽ ഡിക്രീസസ് ബട്ട് ഡക്ടിലിറ്റി ഇൻക്രീസസ് അല്ലെ? ഡക്ടിലിറ്റി ഇൻക്രീസ്. യെസ്, റൈറ്റ് ആൻസർ ആണ് ഫിദ. ദാറ്റ് ഈസ് സ്ട്രെങ്ത് ഓഫ് മെറ്റൽ ഡിക്രീസസ് ബട്ട് ഡക്ടിലിറ്റി ഇൻക്രീസസ്. ഓക്കെ, ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. മറ്റു ചോദ്യം, ബ്രാവിസ് ലാറ്റിസ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് സ്പേസ് ലാറ്റിസ്. എത്ര സ്പേസ് ലാറ്റിസ് ഉണ്ടായിരുന്നു ബ്രാവിസ് ലാറ്റിസിൽ? നമ്മൾ പറഞ്ഞിരുന്നല്ലോ. എത്രയാണ്? യെസ്, ബ്രാവിസ് ലാറ്റിസ് കൺസിസ്റ്റ് ഓഫ് 14 അല്ലെ? 14 ആണ്. 14 സ്പേസ് ലാറ്റിസ് ആണ്. ക്രിസ്റ്റൽ സ്ട്രക്ചറുകളും 14 ബ്രാവിസ് ലാറ്റിസ് അല്ലെ? സ്മോളസ്റ്റ് പോർഷൻ ഓഫ് ദ സ്പേസ് ലാറ്റിസ് അല്ലെ? അതിൽ ലാറ്റിസിലെ ഏറ്റവും സ്മോളസ്റ്റ് പോർഷനെ, ബിൽഡിംഗ് ബ്ലോക്കിനെ നമ്മൾ എന്താ വിളിച്ചിരുന്നത്? ലാറ്റിസ് സ്ട്രക്ചർ, ലാറ്റിസ് പോയിന്റ്, ബ്രാവിസ് ക്രിസ്റ്റൽ, യൂണിറ്റ് സെൽ. ഏതായിരുന്നു സ്മോളസ്റ്റ് പോർഷൻ? യെസ്, റൈറ്റ് ആൻസർ ഈസ് യൂണിറ്റ് സെൽ. മറ്റു ചോദ്യത്തിലേക്ക് വരാം. ആക്സിയൽ റിലേഷൻഷിപ്പ് ഓഫ് എ മോണോക്ലിനിക് അല്ലെ? സെക്കൻഡ് ലാസ്റ്റ് വൺ. മോണോക്ലിനിക് ക്രിസ്റ്റൽ സിസ്റ്റം ഗീവ്സ് ആസ് ഡാഷ്. ആക്സിയൽ റിലേഷൻഷിപ്പ് ഓഫ് മോണോക്ലിനിക് ആൻഡ് ട്രൈക്ലിനിക് അല്ലെ? ഇത്തരത്തിൽ മോണോക്ലിനിക്, ട്രൈക്ലിനിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അല്ലെ? ഏറ്റവും തുടക്കത്തിലുള്ള സിമ്പിൾ ക്യൂബിക് ആണ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോ എയും ഡിയും നമുക്ക് ഒഴിവാക്കാം. ബിയും സിയും വെച്ചുള്ളതിൽ ഏതായിരിക്കും? യെസ്, ബി ഇസ് റൈറ്റ് ആൻസർ അല്ലെ? സോ മോണോക്ലിനിക് എന്ന് പറയുന്നത് ഓക്കെ, ശ്രദ്ധിച്ചോളൂ. മോണോക്ലിനിക് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? എയും ബിയും സിയും തുല്യമല്ല അല്ലെ? എയും ബിയും സിയും തുല്യമല്ല. എയും ബിയും സിയും തുല്യമല്ല അല്ലെ? സോറി. അപ്പൊ ഇവിടെ ഉത്തരം എന്താണ് വരിക? മോണോക്ലിനിക് ക്രിസ്റ്റൽ ആണ്. മോണോക്ലിനിക് ക്രിസ്റ്റൽ ആകുമ്പോൾ ശ്രദ്ധിക്കുക, എയും ബിയും സിയും തുല്യമല്ല കേട്ടോ. യെസ്, ദിസ് ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കുക, മോണോക്ലിനിക് ആണ്. മോണോക്ലിനിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ, മോണോക്ലിനിക് ക്രിസ്റ്റലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് എയും ബിയും സിയും തുല്യമല്ല കേട്ടോ. എയും ബിയും സിയും തുല്യമല്ല. ഓക്കെ, അപ്പം മോണോക്ലിനിക്കും ട്രൈക്ലിനിക്കും യെസ്, സെക്കൻഡ് ലാസ്റ്റ് വൺ എന്താണ്? അത് എയും ബിയും സിയും തുല്യമല്ല കേട്ടോ. യെസ്, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. മറ്റു ചോദ്യം, മെറ്റാലിക് ബോണ്ടിങ്. ഇൻ മെറ്റാലിക് ബോണ്ടിങ് ദ ഫോഴ്സ് ഹോൾഡിംഗ് മെറ്റൽ ആറ്റംസ് ടുഗദർ ഈസ് ഡ്യൂ ടു. ഇൻ മെറ്റാലിക് ബോണ്ടിങ്
ഫോഴ്സ് ഹോൾഡിംഗ് മെറ്റൽ ആറ്റംസ് ടുഗദർ ഈസ് ഡ്യൂ ടു. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ മെറ്റൽ ആറ്റംസിൽ മെറ്റാലിക് ബോണ്ടിൽ ഇത്തരത്തിൽ ഫോഴ്സസ് ഏതാണെന്നുള്ളതാണ്. യെസ്, ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്, അട്രാക്ഷൻ ബിറ്റ്വീൻ പോസിറ്റീവ് മെറ്റൽ അയോൺസ് ആൻഡ് ഫ്രീ ഇലക്ട്രോൺസ്, ഹൈഡ്രജൻ ബോണ്ടിങ്. ഏതായിരുന്നു ഉത്തരം വരിക? യെസ്, ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺ ആണോ? മെറ്റാലിക് ബോണ്ടിങ്ങിൽ ഫോഴ്സ് ഹോൾഡിംഗ്, ഈ പറഞ്ഞ രീതിയിൽ ഫോഴ്സ് ഉണ്ടാവുക നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ദാറ്റ് ഈസ് പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ അയോൺസും അവിടെ കറങ്ങി നടക്കുന്ന ഫ്രീ ഇലക്ട്രോൺസും അല്ലെ. എത്ര പോസിറ്റീവ് അയോൺസ് ഉണ്ടോ അത്രയും തന്നെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകും. യെസ്, ഓപ്ഷൻ സി 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 ഇസ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇസ് റൈറ്റ് ആൻസർ. ഓക്കെ ആണ്. യെസ്, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള കുറച്ച് പോർഷൻ. ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം